വാരുങ്കൾ വെற்றி നിശ്ചയം എന്നാണ് തമിഴിൽ പറയാം. അല്ലെങ്കിൽ തുടർന്ന് വാരുങ്കൾ നളം നിശ്ചയം, അതായത് സുഖം പ്രാപിക്കാം. അല്ലെങ്കിൽ വെற்றி നിശ്ചയം എന്ന് പറഞ്ഞാൽ വിജയിക്കാം എന്നുള്ള ആ ഒരു വാക്ക് ഞാൻ കേൾക്കുന്നത് ഫസ്റ്റ് മീറ്റിങ്ങിന് പോയ സമയത്ത്. ഈ മീറ്റിംഗ് കഴിഞ്ഞു പോകുന്ന സമയത്ത് എല്ലാവരും ഈ വാക്ക് എന്ന് പറഞ്ഞു, തുടർന്ന് വാരുങ്കൾ വെற்றி നിശ്ചയം എന്ന് പറയും. അപ്പൊ ഞാൻ ആ ഫസ്റ്റ് മീറ്റിങ്ങിൽ പോയ സമയത്ത് എൻ്റെ ആൾക്കാരടുത്ത് ചോദിച്ച, ആ പഴമക്കാരടുത്തൊക്കെ ഞാൻ ചോദിച്ച ഒരു കാര്യമുണ്ട്. വേറൊന്നല്ല, എത്ര ദിവസമാണ് ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് വരേണ്ടത്? എൻ്റെ വിചാരം ഒരു 6 മാസം വന്നാൽ മതി, അല്ലെങ്കിൽ മാക്സിമം 1 വർഷം 2 വർഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്തയിലാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് അവരടുത്ത്. എത്ര ദിവസം ഞാൻ മീറ്റിങ്ങിലേക്ക് വരുന്നുണ്ട്? അപ്പോൾ ഒരു പഴമക്കാരൻ, ഗൂഡല്ലൂർ മീറ്റിങ്ങിൽ ഞാനും പങ്കെടുത്ത സമയത്ത് ആ ഒരു പഴമക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നൊരു വാക്ക്, നിനക്ക് എത്ര ദിവസം കുടിക്കാതിരിക്കണോ അത്ര ദിവസം മീറ്റിങ്ങിന് വരണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് സത്യത്തില് എന്നെ കളിയാക്കുകയാണെന്നായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം അവരങ്ങനെ പറഞ്ഞു, നിനക്ക് എത്ര ദിവസം മീറ്റിങ്ങിന് വരണം, അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു. നിനക്ക് എത്ര ദിവസം കുടിക്കാതിരിക്കണം അത്ര ദിവസം മീറ്റിങ്ങിന് വരണം എന്ന് പറഞ്ഞ് അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി പോയി. അപ്പോ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അയാൾ പറഞ്ഞതിന്റെ വാക്കിന്റെ ഒരു യഥാർത്ഥ സത്യം. കാരണം പഴമക്കാരൊക്കെ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങള് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരും, സിമ്പിൾ ആയിട്ട്. അത് ഇപ്പൊ ഞാന് ഫസ്റ്റ് ചോദിച്ച കുടി നിർത്തണമെങ്കിൽ എന്താ ചെയ്യണം എന്ന് ചോദിച്ചാല് അവര് പലരും അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോ നമ്മളെ പഴമക്കാര് ആൽക്കഹോളിക് അനോണിമസിൽ അംഗം പറഞ്ഞ കാര്യം ഒന്നേ ഉള്ളൂ: കുടി നിർത്തണമെങ്കിൽ കുടിക്കാതിരിക്കണം, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണത്. കുടി നിർത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ കുടി നിർത്തണമെങ്കിൽ കുടിക്കാതിരിക്കണം, എന്നാലേ കുടി നിർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത്രമാത്രം സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു പ്രോഗ്രാമാണ് ആൽക്കഹോളിക് അനോണിമസ്. അതിലാണ് ഈ കീപ് കമ്മിങ് ബാക്ക് എന്നുള്ള ആ ഒരു കാര്യം കൂടിയും. അതായത് ഞാൻ എത്ര ദിവസം കുടിക്കാതിരിക്കണമെങ്കിൽ അത്ര ദിവസം മീറ്റിങ്ങിന് വരണം, ഓക്കെ, അങ്ങനെ വിചാരിച്ചു. അപ്പൊ ഞാൻ മീറ്റിംഗ് വരേണ്ടതിനുള്ള ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായിട്ടില്ല. കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മീറ്റിങ്ങിന് വരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതായത് അവർ അങ്ങനെയാണല്ലോ പറഞ്ഞു തന്നത് ഫസ്റ്റ്. ആദ്യത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോൾ സിമ്പിൾ ആയിട്ട് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ അറിവിന് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലായ കാര്യമാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞാൻ ഈ കീപ് കമ്മിങ് ബാക്ക് എന്നുള്ള ആ വാക്ക് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ആക്ഷനിൽ കൊണ്ടുവന്നപ്പോൾ അത് എനിക്ക് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിൻ്റെ ഉള്ള ഒരു ചെറിയൊരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അത് എന്താ പറയാ, എല്ലാവർക്കും അത് ഓക്കെ ആകണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും അതുപോലെ ചെയ്യണമെന്നോ ഒന്നും അല്ല. എൻ്റെ ജീവിതത്തിൽ ആൽക്കഹോളിക് അനോണിമസിൽ ഈ വീണ്ടും വരിക, വന്നുകൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു വാക്ക് എങ്ങനെയാണ് എനിക്ക് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. വേറൊന്നല്ല സുഹൃത്തുക്കളെ. അപ്പോൾ ഈ വീണ്ടും വരിക എന്നുള്ള ഒരു വാക്കിന്റെ ഇങ്ങനെ ഞാൻ അത് എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ കുടിക്കാതിരിക്കുക, മീറ്റിങ്ങിന് വരണം, അത്ര മാത്രമാണ് എൻ്റെ ആദ്യത്തെ ആ ഒരു ഇതിലുണ്ടായിരുന്ന മൈൻഡിൽ. അത് തന്നെയായിരുന്നു, കുടിക്കാതിരിക്കണമെങ്കിൽ മീറ്റിങ്ങിന് വരണം, അത്രേ ഉള്ളൂ. പിന്നീട് ഞാൻ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കുടിക്കുന്നില്ല. എൻ്റെ വീട്ടില് കുടിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുടിക്കുന്ന സമയത്ത് അത് സ്വാഭാവികമാണ്, എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്നതാണ്. കള്ളുകൂടിയും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് എൻ്റെ വീട്ടിലുണ്ട്. എപ്പോഴും അടിയും തല്ലും വഴക്കും കേസും കാര്യങ്ങളും, ജയിലിൽ പോയി കിടക്കലും അങ്ങനെയും ഇങ്ങനെയും ആക്സിഡന്റും. കുറച്ച് ദിവസം ഞാൻ കയ്യൊക്കെ ഒടിഞ്ഞ് നടക്കുന്നുണ്ടാവും. അപ്പൊ നോക്കുമ്പോൾ കുടിച്ചിട്ട് വീണതാണ്, കാലൊടിഞ്ഞ് നടക്കുക, കുടിച്ചിട്ട് വീണതാണ്. അപ്പൊ അങ്ങനെ ഉണ്ട്. ഇത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ എയിൽ വന്നു, എയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, കുടിക്കുന്നില്ല. എൻ്റെ വീട്ടില് ആക്സിഡന്റ് ഒന്നുമില്ല, പക്ഷെ വീട്ടില് പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. വീട്ടിൽ എപ്പോഴും അടിയും തല്ല് തന്നെയാണ്, പിന്നെയും ഒച്ചപ്പാടും ബഹളവും ഇനിയും ഉണ്ട്. അപ്പോൾ ആൾക്കാർ അയൽവാസികളൊക്കെ പറയുന്ന ഒരു കാര്യം, ഇവൻ കുടിക്കുന്ന സമയത്ത് ഇതേപോലെയാണ്, ഇപ്പോഴും ഇതേപോലെയാണെന്ന് പറയാം. അതായത് കുടിക്കുന്ന സമയത്തും ഞാൻ പ്രശ്നക്കാരനാണ്, ഈ കുടിക്കാത്ത സമയത്തും പോലും വീട്ടിൽ സമാധാനമില്ല. അപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ, അതായത് എൻ്റെ ഇതിലൊരു മാറ്റം, അതായത് കുടിക്കാതിരിക്കുന്നതോടൊപ്പം ഞാൻ ഈ വരിക, അതായത് കീപ് കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ, ഈ കമ്മിങ് എന്ന് പറഞ്ഞാൽ വരുന്നത് എൻ്റെ ബാക്കിയുള്ള പ്രശ്നങ്ങളും റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരേണ്ടത്, അല്ലാണ്ട് കുടി നിർത്താൻ വേണ്ടി മാത്രമല്ല എന്നുള്ള ഒരു ചെറിയൊരു സത്യം എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. എന്നിട്ടാണ് അത് അതിൻ്റെ ഒരു മാറ്റം. വേറൊന്നുമല്ല, എനിക്ക് വീണ്ടും ആൽക്കഹോളിക് അനോണിമസിലൂടെ തുടർന്ന് വരാൻ ഉണ്ടാകുന്ന രണ്ടേ കാരണങ്ങളുള്ളൂ കേട്ടോ. രണ്ട് കാര്യങ്ങൾ. ഒന്നില്ലെങ്കിൽ ഒന്ന്, ഞാൻ ജീവനോടെ നിൽക്കണം, എൻ്റെ ശരീരത്തിൽ ജീവൻ വേണം. വീണ്ടും ഞാൻ രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു സമാധാനമായ ഒരു ജീവിതം വേണം. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മീറ്റിങ്ങിലേക്ക് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടു വേണ്ടി മാത്രമാണ് സുഹൃത്തുക്കളെ, വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല. എൻ്റെ ശരീരത്തിൽ ജീവൻ വേണം, എൻ്റെ ജീവിതം ഒരു സമാധാനപരമായിരിക്കണം. അപ്പോ ഇതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് വേറൊന്നുമല്ല,
മീറ്റിംഗ് വിട്ടു പോയാൽ മരിക്കും, അത് ഉറപ്പാ. കുടിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളത് അറിയാം. പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നീട് എന്താ പറയാ, എൻ്റെ ജീവിതം ഒരു എന്താ പറയാ നല്ലൊരു ലൈഫ്, അല്ലെ പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളൊക്കെ വരും പോകും ഒക്കെ ചെയ്യും, പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ട്, അത് കിട്ടൂല. അത് രണ്ട് കാര്യങ്ങൾ എനിക്ക്, ബാക്കി ഭാര്യ വേണം, കുടുംബം വേണം, തൊഴില്, ഇതൊക്കെ ഞാൻ മീറ്റിങ്ങിന് വന്നാലേ കിട്ടുമെന്നൊന്നും അല്ല. ഞാൻ സമാധാനമായിട്ട് ജീവിച്ചാൽ കിട്ടും ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്താ പറയാ സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ മീറ്റിംഗ് വന്നാൽ മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ മതിയാവില്ല എന്നാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. അതിനാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്ന ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. ഇത് പിന്നീട് ഒരു കാര്യം, എന്താ പറയാ, ഫസ്റ്റ് ഇവർ മീറ്റിങ്ങിന് വരാൻ തുടർന്ന് വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ സമയത്ത് വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ നല്ല മറതിയുള്ള ആളാട്ടോ. എന്ത് കാര്യത്തിലും ഈ ഗജിനി സിനിമ അല്ലേ, അതിലൊക്കെ 15 മിനിറ്റ് എങ്കിലും ഓർമ്മ ഉണ്ടാവും. അതായത് മെമ്മറി ലോസ്, എന്താണ് ഷോർട്ട് മെമ്മറി എന്ന് പറഞ്ഞിട്ടൊരു രോഗം. അതിന് 15 മിനിറ്റ് അവന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കും ആൾക്കാരെ, ആ പടം കണ്ടവർക്കൊക്കെ അറിയാം. അപ്പൊ അതില് അതുപോലെ മെമ്മറി ലോസ് പോലെയാണ് എനിക്ക് ഭയങ്കര ലോസാണ്. കാരണം ഞാനൊക്കെ സെൻട്രിങ്ങിന്റെ പണിക്കാരനാണ്, ഈ ബിൽഡിങ്ങിന്റെ. അപ്പോ ഞാനൊരു പലകേന്റെ ഒരു അളവെടുത്തിട്ട്, ടേപ്പിൽ അളവെടുത്തിട്ട് താഴെ എത്തുമ്പത്തിനും ഞാൻ ആ അളവ് മറക്കും. ഒരു 250 പലക ഞാൻ മേലെ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ താഴെ എത്തുമ്പത്തിന് എനിക്ക് എത്രയാ എടുത്തത് ഓർമ്മയില്ല. അത്ര പെട്ടെന്ന് എനിക്ക് മറക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ തുടർന്ന് മീറ്റിങ്ങിൽ വന്നില്ലെങ്കിൽ എന്റെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോകും, കുടിച്ചു പോകും. ഇത് രണ്ടാമത്തെ ഒരു സത്യ. അത് ഓർമ്മിക്കണമെങ്കിൽ ഞാൻ മീറ്റിങ്ങിൽ കണ്ടിന്യൂ വന്നാലേ എനിക്ക് ഓർമ്മിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് അത് ഓർമ്മിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം ഞാൻ പിന്നീട് ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ തോൽവി അടഞ്ഞപ്പോൾ, കാരണം കുടിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വിചാരിക്കും, ദൈവമേ ഇനി ഒരിക്കലും കുടിക്കരുത്. അത്രമാത്രം എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുടിച്ചിട്ടൊക്കെ. എന്താ പറയാ, രണ്ടാമത് റിക്കവറിയിൽ വരണമെങ്കിൽ ഒരുപാട് എൻ്റെ അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു മാസം കണ്ടിന്യൂ കുടിയാ, ഞാൻ ഡെയിലി കുടിക്കുന്ന ആളല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നക്കാരന്. കുടി തൊട്ട് കഴിഞ്ഞാൽ പകല് അല്ലാതെ എല്ലാം എപ്പോഴും കുടി വേണം, അങ്ങനത്തെ ഒരു മനുഷ്യ, പിഞ്ച് ഡ്രിങ്കറാണ്. അതുകൊണ്ട് നിർത്തിയാ കണ്ടിന്യൂ ആയിട്ട് നിർത്തും, തുടങ്ങിക്കഴിഞ്ഞാൽ ഒരേ അടിയാ. അത് ഭയങ്കര ഒരു പ്രശ്നമാണ് എന്നുള്ളത് എയിൽ വന്നതിന് ശേഷം മനസ്സിലായത്. അപ്പൊ ഇങ്ങനത്തെ കുടിയിലുള്ള ആള് ഞാന്, ഇത് ആ ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് കുടിക്കുമ്പോൾ പിന്നീട് അത് റിക്കവറിയിൽ വരാൻ ഒരു ആഴ്ച കഷ്ടപ്പെടണം. കാരണം ഭക്ഷണം ഇറങ്ങൂല, പിന്നെ എന്താ പറയുക, വെള്ളം വരെ ഇറങ്ങൂല. അങ്ങനെ ബുദ്ധിമുട്ടി എൻ്റെ അമ്മ തൈരും മോരൊക്കെ കുറച്ച് കലക്കിയൊക്കെ കൊടുത്ത് ഞാനൊരു റിക്കവറിയിലേക്ക് ശരിയായി ഒന്ന് നിവർന്ന് നിൽക്കാനും നടക്കാനും ഇരിക്കാനും ഒക്കെ തുടങ്ങിയതിന്റെ ശേഷം ഞാൻ ചിന്തിക്കും, ദൈവമേ ഇനി ഒരിക്കലും ഞാൻ കുടിക്കൂല, ഇനി ഞാൻ ഒരിക്കലും ശപഥമൊക്കെ എടുക്കും. അതായത് അത്രമാത്രം സത്യം ചെയ്തിട്ടൊക്കെ ഞാൻ നിർത്തും. പിന്നീട് കുറച്ച് ദിവസങ്ങൾ, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഈ പെട്ട അവസ്ഥയൊക്കെ മറന്നിട്ട് പോയി കുടിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇത്രയും പെട്ട എത്ര മാത്രം കഷ്ടപ്പെട്ടോ ഇതൊക്കെ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്നെ അറിയാതെ ഞാൻ മറന്നു പോകും. എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ സമയത്ത് കഷ്ടപ്പെട്ട് ഈ കുടിച്ച് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി എന്നുള്ള കാര്യമൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. വീണ്ടും ഞാന് പഴയ പോലെ പോയി കുടിക്കുന്നു. അത്ര മറതിയുള്ള മനുഷ്യനാണ് ഞാൻ. അപ്പൊ എനിക്ക് മീറ്റിംഗ് കണ്ടിന്യൂ വേണം, എങ്കിൽ മാത്രമേ എനിക്ക് ഈ മറതി എന്ന് പറഞ്ഞ ഈ ഓർമ്മപ്പെടുത്തല് ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഞാൻ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാരെ ഷെയറിങ്ങിലൊക്കെ കേൾക്കുമ്പോൾ, ഓ ഞാനും ഈ വഴിയിലൂടെ പോയ ആളാണ്, എനിക്ക് ഇതുമാതിരി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് വരണമെങ്കിൽ മീറ്റിങ്ങിൽ വരണം. മീറ്റിങ്ങിൽ വന്നിരുന്ന് ഇതൊക്കെ കേട്ടാൽ മാത്രമേ എനിക്ക് ആ ഓർമ്മപ്പെടുത്തൽ കിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് മീറ്റിംഗ് ആവശ്യമാണ്. അതുകൊണ്ടും എനിക്ക് മീറ്റിംഗ് എന്താ പറയുക തുടർന്ന് വരേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. പിന്നെ ഇതൊരു രോഗമാണെന്ന് പറഞ്ഞു ഒന്നാമത്തെ സ്റ്റെപ്പില്, ഇത് മദ്യാസക്തി എന്ന് ഒരു മുറി കുടി നോയാളി മരിക്കണ വരെ രോഗാവസ്ഥയിലുള്ള ഒരു മനുഷ്യനാണ്. ഇത് കാണാനൊന്നും ആർക്കൊന്നും അറിയില്ല. ഇനി ഈ വലിയൊരു രോഗമാണെന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിട്ടിരിക്കേണ്ടൊന്നും ആവശ്യമില്ല. എനിക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ഇതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. ഈ സംസാരിക്കലും കേൾക്കലും പരസ്പരം പങ്കുവെക്കലും പ്രായച്ചിത്തം ചെയ്യലും, അതായത് ഞാൻ പരിഹാരം ചെയ്യലും, എന്നെ വിലയിരുത്തലും, ദൈവത്തിൽ വിശ്വസിക്കലും, 12 പടി ആയിക്കോട്ടെ, ധ്യാനം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ രോഗമാണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഒരു മരുന്നല്ല, ഒരുപാട് മരുന്നുകളുണ്ട്, സ്പോൺസർ ഉണ്ട്. ഈ 12 പടിയും പാരമ്പര്യവും ഇതൊക്കെ എൻ്റെ ഒരു മരുന്നാണ്. അപ്പൊ ഈ രോഗമാണെന്ന് മനസ്സിലായതിന് ശേഷം അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം, അതിനെന്താ പറയാ മരുന്ന് കഴിക്കണം. അപ്പൊ മരുന്ന് കഴിക്കാതെ ഞാൻ രോഗമാണെന്ന് മാത്രം മനസ്സിലാക്കി ഇരുന്നിട്ട് കാര്യമല്ല.
അപ്പൊ ആൽക്കഹോളിക് അനോണിമസിൽ പറയുന്നത് തുടർന്ന് വന്നാൽ മാത്രമേ തുടർന്ന് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ടാബ്ലറ്റ് പോലെ ഈ പടികളും പാരമ്പര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ തുടർന്ന് ആൽക്കഹോളിക് അനോണിമസിൽ ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ച കാര്യം തന്നെ ഈ 6 വർഷത്തിൽ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് എനിക്ക് മടുക്കുന്നില്ല. കാരണം ഇതിന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മരിക്കണ വരെ ഞാൻ അത് പറയും. മരിക്കണ വരെ എത്ര വർഷം ഏലുണ്ടോ അത്ര വരെ, ചാകണ വരെ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഡെയിലി റിഫ്ലക്ഷൻ ആയിക്കോട്ടെ, 1-ാം തീയതി ഈ വർഷം ജനുവരി 1-ന്, അടുത്ത വർഷം ജനുവരി 1-ന് ഇത് തന്നെയാണ്. മാറ്റമൊന്നുമില്ല. പടികളും പാരമ്പര്യങ്ങളും അന്ന് എഴുതി വെച്ചത് ഇന്നും അതേപോലെ തന്നെയാണ് ഉള്ളത്. വേറെ പുതിയതായിട്ടൊന്നും വർഷം മാറ്റുന്നില്ല. വർഷം വേറെ DR ഒന്നും വേറെ ഒന്നല്ല, സെയിം ആണ്. എത്ര വർഷം, ഇപ്പൊ 10-30 വർഷമായ ആളാണെങ്കിലും അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാരണം ഇത് എനിക്ക് ഇപ്പൊ 1-ാമത്തെ വർഷം ഞാൻ ഈ DR വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭവമല്ല ഈ 6-ാമത്തെ വർഷം എനിക്ക് കിട്ടിയത്. കാരണം അന്ന് ഞാൻ ചിന്തിച്ചത് വേറെ മോഡലായിരുന്നു. എൻ്റെ ചിന്തകൾ അത് ഇങ്ങനെ മാറുമ്പോൾ, വർഷങ്ങൾ കൂടുമ്പോൾ എൻ്റെ ചിന്തകളിൽ മാറ്റം വരുന്നുണ്ട്. ഓരോ പുരോഗതി വരുന്നുണ്ട്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ അനുഭവങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. പണ്ട് ഞാൻ കിടന്ന അതേ അനുഭവം, ആ 10-24 വർഷം മദ്യപിച്ച് ജീവിച്ച ജീവിതം തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. പക്ഷെ അതിന്ന് മാറി ജീവിക്കുന്ന ജീവിതം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ പറയാനുണ്ട് സുഹൃത്തുക്കളെ. അതിന്റെ മാറ്റങ്ങളാണ് ഈ ഡെയിലി ഇപ്പോ എന്താ പറയാ, ഈ കീപ് കമ്മിങ് ബാക്ക് എന്ന് പറയുന്നതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇപ്പൊ ഞാൻ സംസാരിക്കും. ഇത് 1-ാമത്തെ വർഷം എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞെങ്കിൽ ഞാൻ പറയുക, തുടർന്ന് മീറ്റിങ്ങിന് വന്നാൽ മാത്രം മതി, ഒരു കുഴപ്പമുണ്ടാവില്ല, ആരും കുടിക്കൂല, നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും ഞാൻ പറയുക. പക്ഷെ ഞാൻ ഈ കുറച്ച് വർഷങ്ങൾ ഇതിലൂടെ കടന്നു പോയപ്പോൾ വെറും കുടി മാത്രം നിർത്തുന്ന പരിപാടിയല്ല. വെറും കുടി മാത്രം നിർത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുടിക്കാതിരുന്ന സമയത്തും വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. എന്റെ ഉള്ളിൽ പ്രോബ്ലം ഉണ്ട്, വീട്ടിൽ പ്രശ്നം അവിടെ നിൽക്കട്ടെ. എന്റെ ഉള്ളില് ഭയങ്കര എന്താ പറയുക, ഇതാണ് എന്താ പറയാ ഇറിറ്റേഷന്, എന്താ പറയാ, അയ്യോ ഇത്ര നഷ്ടപ്പെടുത്തി, ഇതൊക്കെ എനിക്ക് പിടിക്കണം, എന്റെ ജോലി പോയി, ആ ജോലി വീണ്ടും പിടിക്കണം, പൈസ ഒരുപാട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, മൊബൈൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വാങ്ങണം, അത് പിടിക്കണം, ഇത് പിടിക്കണം, ഒക്കെ എന്താ പറയാ, അലയാണ് മനസ്സിങ്ങനെ, അലയിപ്പായതെന്ന് പറയും. അതുപോലെ അലയിപ്പായതും ഇങ്ങനെ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുക, അത് പിടിക്കണം, ഇത് പിടിക്കണം, നഷ്ടപ്പെട്ടതൊക്കെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു മനുഷ്യനായിട്ടൊക്കെ ആയിരുന്നു എനിക്ക് ആദ്യ കാലങ്ങളിൽ കുടി നിർത്തിയപ്പോ ഒക്കെ തോന്നിയത്. അത് എവിടെ കൊണ്ടുപോയി വിട്ടെന്ന് പറഞ്ഞാൽ വീണ്ടും കുടിയിലേക്കാണ് കൊണ്ടുപോയി വിട്ടത് കേട്ടോ. വീണ്ടും എന്നെ മദ്യത്തിലേക്ക് തന്നെയാണ് കൊണ്ടുപോയി വിടുക. അതുകൊണ്ട് ഞാൻ തുടർന്ന് വരേണ്ടതിനുള്ള ആവശ്യം എന്താന്ന് പറഞ്ഞാൽ വീണ്ടും കുടിക്കാതിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ മീറ്റിങ്ങിന് വരുന്നത്. അല്ലാണ്ട് ഇനി കുടിക്കുമെന്നല്ല, ഇനി ഞാൻ കുടിക്കരുത്, ഇനി ഞാൻ കുടിയിലേക്ക് പോകാൻ പാടില്ലെങ്കിൽ ഞാൻ തുടർന്ന് ഈ പ്രോഗ്രാം ചെയ്യണം. അതാണ് മെയിൻ കേട്ടോ. ആൽക്കഹോളിക് അനോണിമസിന്റെ മാസ്റ്റർ പീസ് തന്നെ 12 പടികളും പാരമ്പര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. മീറ്റിങ്ങിനൊക്കെ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്, ഒരുപാട് വാർഷികങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. വന്ന സമയത്തിലൊക്കെ ഫസ്റ്റ് ഞാൻ 2013 മുതൽ 2019 വരെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആ 6 വർഷത്തില് ഞാൻ ഒരുപാട് പരിപാടി നോക്കിയതാ. അതിലൊക്കെ എനിക്ക് അവസാനം വീണ്ടും ഞാൻ എവിടെ പോയാലും ലാസ്റ്റ് കുടിയിലേക്ക് തന്നെ പോകുന്നു. കുറെ മീറ്റിംഗ് പോകുന്നുണ്ട്, കുറെ വാർഷികം പങ്കെടുക്കുന്നുണ്ട്, കുറെ പഴമക്കാരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, കുറെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എന്താ പ്രയോജനം? കുറച്ച് ദിവസം ഇതൊന്നും മാറിയാലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലോ വീണ്ടും അതാ കിടക്കുന്നു മൂത്രച്ചാലില്. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അതുകൊണ്ട് കുറെ മീറ്റിങ്ങിന് പോയത് കൊണ്ടൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആ സമയങ്ങളിൽ കുടിക്കാതിരിക്കാൻ ആയിരിക്കാം. പക്ഷെ വലിയൊരു പ്രോബ്ലമോ വലിയൊരു സന്തോഷമോ വലിയൊരു എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങളോ എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, എൻ്റെ മാനസിക അവസ്ഥയിൽ, എൻ്റെ വികാരങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അതാ വീണ്ടും പഴയ പോലെ തന്നെയാകും. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല്, ഇങ്ങനെ കുറച്ച് ദിവസം കുടിക്കാതിരിക്കുന്നു, കുറച്ച് ദിവസം കുടിക്കുന്നു, എന്നെ കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല, ഞാൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല, ദൈവവിശ്വാസമാണെങ്കിൽ തീരെയില്ല. ഇങ്ങനെ ആകുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നു പറഞ്ഞാൽ ലാസ്റ്റ് എന്നെ തന്നെ വെറുക്കും. അതായത് എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ലാണ്ടായിട്ടാണ് അവസാനം ഞാൻ മരുന്ന് വാങ്ങി കുടിക്കുന്നത്. ചാകാൻ വേണ്ടിയിട്ട് മരുന്ന് വാങ്ങി കാരണം എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. കാരണം ഞാൻ വിചാരിച്ചിട്ട് പോലും ഇത് നിർത്താൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ കുടി മാത്രം നിർത്തുന്നതാണ് വലിയ സംഭവം പറഞ്ഞ് നടക്കുകയാണ് ഞാൻ. അതാണ് വലിയ കാര്യം. അതുകൊണ്ടാണ് ഞാൻ മീറ്റിങ്ങിന് വരുന്നത്. തുടർന്ന് വരുന്നത് എന്തിനാ? കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം പറഞ്ഞു നടക്കുക എന്നല്ലാണ്ട് ഇനി അടുത്ത കുടിയിലേക്ക് പോകാതിരിക്കാൻ ഞാൻ എന്തെങ്കിലും പരിപാടി ചെയ്യണ്ടേ? അതായത് എന്തെങ്കിലും പരിപാടികൾ ഞാൻ ഇത് ചെയ്യണം, പ്രോഗ്രാം ചെയ്യണം. ഈ പ്രോഗ്രാം ചെയ്യാണ്ട് ഞാൻ വെറുതെ കുടിക്കാനില്ല, അതുകൊണ്ട് മീറ്റിങ്ങിന് മാത്രം തുടർന്ന് വന്നുകൊണ്ടിരുന്നാൽ മതി എന്നുള്ള ആ ചിന്ത ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും
പഴയ പോലെ തന്നെ മദ്യത്തിലേക്ക് തന്നെ പോയ അവസ്ഥ തന്നെ ആയിരുന്നു സുഹൃത്തുക്കളെ. പിന്നീടാണ് ഞാൻ കുറെ കഴിഞ്ഞതിന് ശേഷം 2019 മാർച്ച് 3-ാം തീയതി പിന്നീട് മീറ്റിങ്ങിലേക്ക് വരുന്നത് ഈ ഒരു പ്രോഗ്രാം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം മീറ്റിങ്ങിലൊക്കെ ഒരുപാട് പോയിട്ടു എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല. ആ ഒരു 6 വർഷക്കാലം വീണ്ടും ഞാൻ പഴയ പോലെ തന്നെ ആയിരുന്നു. അതായത് സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. മീറ്റിങ്ങിൽ തുടർന്ന് വരുന്നുണ്ട്, തുടർന്ന് വാരുങ്ങൾ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തുടർന്ന് വരുന്നുണ്ട് എന്നല്ലാണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. അത് എന്നെ വീണ്ടും കുടിയിലേക്ക് എത്തിച്ചു. എന്തോ ഒരു ഭാഗ്യത്തില് ഞാൻ അവിടെ റൂമിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ കരഞ്ഞ് ചിന്തിച്ചപ്പോ, തിങ്ക് തിങ്ക് ചെയ്തപ്പോ, ഒന്ന് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രവർത്തനം നടത്തി എന്ന് പറയാം. എന്താ പറഞ്ഞാൽ ഞാൻ എവിടെ പോയിട്ടാണ് കൂടുതൽ നിർത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു ചിന്ത വന്നു. അങ്ങനെയാണ് ഞാൻ ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് 1.5 വർഷം, അതായത് കണ്ടിന്യൂ ആയിട്ട് ഒരു 1.5 വർഷം കണ്ടിന്യൂ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേരിൽ ശരി ആയിക്കോട്ടെ, ധ്യാനത്തിനൊക്കെ പോയിട്ട് ആകെ കുറച്ച് ദിവസം നിർത്തിയിട്ട് 9 മാസമൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. മരുന്ന് കുടിച്ചൊരു 3 മാസം നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ ഉപദേശം ചെയ്തിട്ട് ഒരു 120 ദിവസം, അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് അളവുണ്ട്. അതിനൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൂ. ബാക്കി അതിനൊക്കെ കുറച്ച് ദിവസമൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ ഒരു മീറ്റിംഗിലേക്ക് വന്നിട്ട് ഞാൻ 1.5 വർഷത്തോളം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ഏതാ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ടാ. അങ്ങനെയാണ് ഞാൻ രണ്ടാമതല്ല 2-3 തവണ റിലാപ്സ് ആയതിന്റെ ശേഷമൊക്കെ ഇതിലേക്ക് വന്ന് ഈ എന്താണ് പടികള്, എന്താണ് പ്രോഗ്രാം എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സുഹൃത്തുക്കളെ. അപ്പോ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടിന്യൂ ആയിട്ട് വരേണ്ടത്. അല്ലാതെ മീറ്റിങ്ങിൽ വെറുതെ ചിലവരൊക്കെ പറയും ഞാൻ ഇത്ര മീറ്റിംഗ് തയ്ച്ചു, ഇത്ര 90 ദിവസം 90 മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ചിലവർ ഞാൻ ഒരു ദിവസം 6 മീറ്റിംഗ് വെച്ചിട്ട് ഇത്ര ദിവസത്തിൽ ഈ മീറ്റിംഗ് തയ്ക്കലൊന്നും അല്ല പരിപാടി എന്റെ ജീവിതത്തിൽ കേട്ടോ. ചിലപ്പോൾ അവർക്കൊക്കെ അങ്ങനെ സാധിക്കാമായിരിക്കും. ചില ആൾക്കാർക്ക് ചിലർക്ക് പലർക്കും പല മോഡലാണ് പ്രവർത്തിക്കുക. കാരണം എന്താ പറയുക, ചിലർക്ക് പെട്ടെന്ന്, ചിലർക്ക് സാവധാനം. അതുപോലെ എനിക്കൊക്കെ വളരെ സാവധാനം തന്നെയായിരുന്നു, പെട്ടെന്നൊന്നും ആയിട്ടില്ല. കാരണം എനിക്ക് കുരുട്ടുബുദ്ധി കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും പ്രവർത്തിക്കുക, കാരണം ഒക്കെ അതിങ്ങനെ നൊയഞ്ഞ് നൊയഞ്ഞ് ഇങ്ങനെ ചിരണ്ടി ഒക്കെ നോക്കി നോക്കി ആവശ്യമുണ്ടോ, ഇത് വേണോ, അല്ലെങ്കിൽ ഇങ്ങനെ പോണോന്നൊക്കെ ഞാൻ ചിന്തിച്ച് ഒരുപാട് ലാസ്റ്റ് എങ്ങനെ ചിന്തിച്ചു പോയാലും, എങ്ങനെ ഞാൻ പോയാലും വീണ്ടും കുടിയിലേക്ക് തന്നെ പോവാ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ശരി ഇത് പരിപാടി നടക്കൂല, എങ്ങനെ പോയാലും ഞാൻ വീണ്ടും കുടിയിലേക്ക് തന്നെ പോകുന്നത്. എത്ര മീറ്റിംഗ് കൂടിയിട്ടും എനിക്കൊരു കാര്യം കിട്ടുന്നില്ല. അതാണ് ഇതിന്റെ എൻ്റെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത്. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വന്നപ്പോൾ ഡെയിലി 1.5 മണിക്കൂർ മീറ്റിംഗ്, അവളതാ, വേറെ ഒന്നിന്റെ ആവശ്യം വന്നിട്ടില്ല സുഹൃത്തുക്കൾ. ഞാൻ ഇന്ന് രാവിലെ ജോലിയിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ മീറ്റിങ്ങിലൊന്നും, എനിക്ക് എൻ്റെ ഇതിൽ അങ്ങനെ കേട്ടോ. കാരണം ബാക്കിയുള്ള 22.5 മണിക്കൂർ ഞാൻ ഇവിടെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. അതായിരുന്നു. അല്ലെങ്കിൽ പണ്ട് പോലെ ആയിരുന്നു, ഞാൻ ഇത്ര മീറ്റിംഗ് ഇത്ര തയ്ച്ചു എന്നൊന്നും പറഞ്ഞിട്ട് 90 ദിവസം 90 മീറ്റിംഗ് അതിന് മുമ്പേ തയ്ച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇത് ഒപ്പിക്കലോ അല്ലെങ്കിൽ അറ്റൻഡൻസ് ക്ലിയർ ആക്കലോ ഇത്ര ദിവസം വന്നെന്നോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു റിക്കവറി അത് എനിക്ക് കിട്ടണം. അല്ല സോബറിറ്റി കുറെ വർഷങ്ങൾ പോയി ഇത്ര ദിവസമായി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കുടിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാനേ അങ്ങനെ കുടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആയി പോകരുത്. എനിക്ക് സുഖം പ്രാപിക്കും. ഞാനൊരു രോഗിയാണ്. അതായത് ഞാനൊരു മദ്യാസക്ത രോഗി. എൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട്, അത് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തുടർന്ന് വരുന്നത്. എൻ്റെ ജീവൻ നിലനിൽക്കണം, അത് സമാധാനമായിട്ട് ജീവിക്കണം. ഈ ജീവൻ എന്നുള്ള ഒരു വാക്കിന് ഭയങ്കര ഒരു വാല്യൂ ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ വിചാരിച്ച് വെറും എന്ത് ജീവൻ, എല്ലാവർക്കും ഉള്ള ജീവൻ അതല്ല. ആൽക്കഹോളിക് ആണെന്ന് വെച്ചാൽ ഞാൻ ബൈബിളിൽ വായിച്ച ഒരു വചനം, എനിക്ക് ഞാനേ വഴിയും സത്യവും ജീവനുമായിരിക്കണേ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് തമിഴിലുണ്ട്. ഞാൻ തന്നെയാണ് ജീവൻ എന്ന് പറഞ്ഞിട്ട് ദൈവം പറയുന്ന പോലെ ഒരു വാക്ക്. അതുപോലെയാണ് ആൽക്കഹോളിക് അനോണിമസിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവൻ എൻ്റെ ദൈവമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് എനിക്ക് വന്നത്. അതാണ് സുഹൃത്തുക്കളെ. അതൊക്കെ ആദ്യം ഉണ്ട്, പക്ഷെ എനിക്ക് അത് നിലനിർത്താൻ, അത് എന്താ മറ്റേ ആപ്പിള് താഴേക്ക് വീണില്ലേ, ഐസക് ന്യൂട്ടന് ഈ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ പോലെ ഞാൻ, എൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ട് ആദ്യം. പക്ഷെ ഈ ഗുരുത്വാകർഷണ ബലം അത് കണ്ടുപിടിക്കണ മുമ്പേ തന്നെ അത് ഓൾറെഡി ഉണ്ട്. പക്ഷെ മൂപ്പര് സ്ഥിരീകരിച്ചു ഇങ്ങനെ ഒരു സംഭവം, ഒരു എർത്ത് ഉണ്ട്, ഇങ്ങനെ വലിക്കണ ഭൂമിയിലേക്ക് ഇങ്ങനെ ഒരു എർത്ത് ഉണ്ട് എന്നുള്ളത്. അത് അങ്ങനെ കണ്ടുപിടിച്ച പോലെ എൻ്റെ ഉള്ളിൽ ദൈവം ആദ്യം ഉണ്ട്. പക്ഷെ എനിക്കത് കണ്ടുപിടിക്കാൻ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം ആവശ്യം വന്നു സുഹൃത്തുക്കൾ. ഇതാണ് ഏറ്റവും വലിയൊരു സത്യം കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ വേറെ ഒരുപാട് പരിപാടിയിലേക്കൊക്കെ പങ്കെടുത്ത ആളാണ്. പക്ഷെ അവിടെ ഒന്നും എനിക്ക് ഈ വക ഇത്ര ക്ലിയർ ആയിട്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ഇതിനു വേണ്ടി ഞാൻ തുടർന്ന് വരുന്നത്. എൻ്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവം നിലനിൽക്കണം. ഇതാണ് ഏറ്റവും വലിയൊരു സത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ആ ഒരു ഇത് നിലനിന്നാൽ മാത്രമേ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു വലിയ ശക്തിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് പുറത്ത് പോകാൻ പറ്റൂല. ആ തരത്തിൽ ഞാൻ ഇതിന് മനസ്സിലാക്കാൻ തുടങ്ങിയതിന് ശേഷം എന്താ പറയാ,
ഒരുപാട് ഇങ്ങനെ മീറ്റിങ്ങിലേക്ക് അലയേണ്ട എനിക്ക് ആവശ്യം വന്നിട്ടില്ല. ഒരുപാട് അങ്ങനെ എന്താ പറയാ, ഈ ഇത് ഇത്ര തയ്ക്കണം അത്ര തയ്ക്കണം എന്നൊന്നും എനിക്ക് വന്നിട്ടില്ല സുഹൃത്തുക്കളെ. എന്തായാലും സന്തോഷകരമായിട്ട് ഈ ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയത്. ഇതാണ് ഞാൻ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം വേറൊന്നുമല്ല, എന്താ പറയാ, ഇതാണ് ഞാൻ തുടർന്ന് ചെയ്യേണ്ടത്. ഇത് ഞാൻ എന്താ പറയാ, വന്നുകൊണ്ടിരുന്നാൽ എനിക്ക് ഇതിൽ ബലം നിശ്ചയം, അതിന് ഒരു മാറ്റമില്ല. കാരണം ഒരുപാട് നമ്മളെ മുന്നിലൂടെ പോയ ഒരുപാട് പഴമക്കാർ ഇത്രയും വർഷമായിട്ട്, അല്ലെങ്കിൽ ഇത് പരിപാടി നല്ലല്ല പരിപാടി അല്ലെങ്കിൽ എപ്പോഴോ തകർന്നു പോയിട്ടുണ്ടാവും. ഈ ആൽക്കഹോളിക് അനോണിമസ് 1935 മുതൽ ഇന്ന് വരെ ഈ സമയം വരെ കൊടികെട്ടി പറന്നുകൊണ്ടിരിക്കുക. കാരണം പ്രോഗ്രാം അടിപൊളിയാ, അതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഉടായിപ്പോ എന്തെങ്കിലും ഇതില്ലെങ്കിൽ ഇത് എപ്പോഴോ തകർന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരു സത്യമുണ്ട്. ഇതില് എന്താ പറയുക, ദൈവം നടത്തി നമ്മളെ രണ്ടാമത്തെ പടിയിൽ പറയുന്ന പാരമ്പര്യത്തിൽ പറയുന്ന ഇതിന് ഒറ്റ ഒരു അധികാരി ദൈവമാണ്. അപ്പൊ അതാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ പരിപാടി നിലനിന്ന് പോകുന്നത്. ഇനിയും എത്രയോ ആൾക്കാർക്ക് പ്രയോജനമുള്ളതായിട്ട് പോകുന്നത്. എനിക്ക് ഈ വയനാട്ടില് ഇവിടെ ഈ കാട്ടുവെള്ളത്തിൽ കിടക്കണ എനിക്ക് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രോഗ്രാം പ്രവർത്തിക്കണമെങ്കിൽ അത് എത്ര വലിയൊരു സത്യമാണെന്നുള്ള ഒരു തിരിച്ചറിവ്. ഇല്ലെങ്കിൽ ഞാൻ ഫുള്ള് ഇത് ഉടായ്പാണ്. അമേരിക്ക എന്ന് തന്നെ പറയുമ്പോൾ ഞാൻ പറയും, ഓ അവര് വെള്ളക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തായിരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് അങ്ങനെ തള്ളിക്കളയുന്ന ആളാ. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇത് പ്രവർത്തിച്ചപ്പോൾ ഇത് തുടർന്ന് വന്നുകൊണ്ടാണ്. തുടർന്ന് ഞാൻ ഈ ഒരു പ്രോഗ്രാം എനിക്ക് ചെയ്യണം, എനിക്ക് മുന്നോട്ട് പോകണം. ഇനിയും ഇത് എത്ര വർഷമായാലും ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ഡെയിലി എന്നെ വിലയിരുത്തണം. ഞാൻ ആരാ ആള്, ഞാൻ എനിക്ക് എന്തെങ്കിലും ഇപ്പോഴും ഇനി പ്രോബ്ലങ്ങൾ ഉണ്ടോ, ഇനിയിപ്പോൾ എൻ്റെ മനസ്സ് പഴയ പോലെ എന്താ ആശകൾക്ക് വേണ്ടി അലയുന്നുണ്ടോ. ഇതൊക്കെ അതായത് ഒരു മദ്യാസക്തന് ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്രീ ആക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ഒരു 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 ഗിഫ്റ്റ്. ഫ്രീ ആക്കുക എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിന് മാത്രം പോയി വന്നിരുന്ന ഫ്രീയാ, പിന്നെ ഫുൾ ടൈം ഫ്രീ ആയിരിക്കും. പക്ഷെ ഇതല്ല. ഓരോ ദിവസവും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ കൂടെ പോവാ. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ദേഷ്യം വരുമ്പോൾ അത് ഞാൻ ക്ഷമയോടെ അത് സഹിച്ച് നിന്ന് പറ്റുള്ളൂ. ഇപ്പൊ ഭാര്യ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അവിടെ പരിഹാരപരമായിട്ട് നിന്നേ പറ്റുള്ളൂ. ഇതൊക്കെ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമാണ്. അല്ലാതെ കുടിക്കാതെ മാത്രം ഇരിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും വഴക്കുണ്ടാക്കും വീട്ടിൽ. വീണ്ടും വഴക്കുണ്ടാക്കി വീണ്ടും പ്രശ്നക്കാരെ കുടിക്കൂലായിരിക്കും. പക്ഷെ പണ്ട് ഞാൻ എന്തോ ഒരു ആദ്യം സംസാരിച്ച പോലെ കുടിക്കാത്ത ഒരു വരണ്ട കുടിയന്റെ അവസ്ഥയിലേക്കൊക്കെ ഞാൻ പോവും. അപ്പൊ അതിന് പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തുടർന്ന് വന്ന് ഈ ഒരു പ്രോഗ്രാമിലൂടെ തുടരുകയാണെങ്കിൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ സുഹൃത്തുക്കളെ. ഇല്ലെങ്കിൽ എനിക്ക് നിലനിൽക്കാൻ പറ്റൂല. ഞാൻ കുടിക്കാതെ ഇരിക്കാൻ മാത്രമല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ രണ്ടാമത്തെ പറഞ്ഞ ഒരു വാക്കുണ്ട്, അതായത് സമാധാനമായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. അത്രേ ഉള്ളൂ. സെലിബ്രേറ്റ് ചെയ്ത് ജീവിക്കണം. ആൽക്കഹോളിക് അനോണിമസിന്റെ ഏറ്റവും വലിയൊരു സംഭവം അതാണ്. വെറുതെ കുടിക്കാതിരിക്കുക എന്നുള്ളതും മാത്രമല്ല, അതിനോടൊപ്പം ഞാൻ എനിക്ക് കിട്ടിയ ഒരു ആയുസിന്റെ ഒരു ദിവസം ഹാപ്പി ആയിട്ട് എൻ്റെ മനസ്സിന് സന്തോഷമായിട്ട്, അതായത് എൻ്റെ ഉള്ളിൽ ആനന്ദം, മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമുള്ള ഒരു ജീവിതമായിട്ട് ജീവിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് വെറുതെ കുടിക്കാതിരിക്കണ മാത്രം വരണമെന്ന് അങ്ങനെ മാത്രമാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. മീറ്റിങ്ങിന് മാത്രം വന്നാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മീറ്റിംഗ് വിടുന്നെന്ന് ഞാൻ കുടിക്കും. ഞാൻ ഫസ്റ്റ് അയാൾ എനിക്ക് എത്ര ദിവസം കുടിക്കാതിരിക്കണോ അത്ര ദിവസം മീറ്റിങ്ങിന് വരണം എന്ന് പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ചെയ്താൽ മതി. അത് മീറ്റിംഗ് നിർത്തണമെന്ന് ചിലപ്പോൾ ഞാൻ കുടിച്ചിരിക്കും. മീറ്റിംഗ് നിർത്തുന്ന ആ സമയം കുറച്ച് ദിവസം ചിലപ്പോൾ 2 ആഴ്ച കുടിക്കാതിരിക്കുകയായിരിക്കും. പിന്നീട് എന്തെങ്കിലും കല്യാണ പരിപാടിയോ അല്ലെങ്കിൽ മരണ വീടോ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് ഞാൻ പോകുമ്പോൾ അവിടെ മദ്യം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കുടിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിലൂടെ പോകാൻ തുടങ്ങിയതിന് ശേഷം മീറ്റിംഗ് ഇല്ലാത്ത എത്രയോ മാസങ്ങൾ, ഈ കൊറോണ വന്ന സമയത്തൊക്കെ ഒരു 9 മാസം മീറ്റിംഗേ ഇല്ല, ഓൺലൈനിലും ഇല്ല ഓഫ്ലൈനിലും ഇല്ല. എന്നിട്ട് കുടിക്കാതിരിക്കാൻ പറ്റി. അത് ആൽക്കഹോളിക് അനോണിമസ്, അത് വലിയ എന്താ പറയാ ഒരു അനുഗ്രഹം കേട്ടോ. എന്താന്ന് പറഞ്ഞാല് മീറ്റിംഗിൽ ഇപ്പൊ കേറിയിട്ടില്ലെങ്കിലും ശരി, അതായത് മീറ്റിംഗ് ഇല്ലാത്തൊരു അവസ്ഥയിലാണെങ്കിൽ ഇപ്പൊ ഫോണിൽ എന്തെങ്കിലും വൈറസോ എന്തെങ്കിലുമൊക്കെ വന്ന് ഇപ്പൊ എല്ലാവർക്കും ആർക്കും ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാല് ഞാൻ എന്താ ചെയ്യാ? കുടിക്കില്ല? അല്ലല്ലോ, കുടിക്കാതിരിക്കണം. ഇനി ഫിസിക്കലായിട്ട് ഈ കൊറോണ പോലെ എന്തെങ്കിലുമൊക്കെ സംഭവം വന്നു കഴിഞ്ഞാൽ എവിടെ ആൾക്കാർ കൂടാൻ പറ്റൂല, കൂടി നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഏക്കാരെ കാണാൻ പറ്റില്ല, വിളിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ഞാൻ പോയി കുടിക്കലല്ലല്ലോ. ഞാൻ അപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കണം. അപ്പോഴും ഞാൻ സന്തോഷമായിട്ട് ഞാൻ ജീവിക്കണമെങ്കിൽ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം അതിനെ ഫോളോ ചെയ്താൽ സൂപ്പറായിട്ട് സുഹൃത്തുക്കളെ, എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, ഇനി എന്താ മീറ്റിംഗ് എന്ത് എന്ത് തടസ്സം വന്നാലും, കാരണം ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ഉള്ളിൽ ആ ഒരു ജീവൻ എന്ന് പറഞ്ഞ എൻ്റെ ദൈവമുണ്ട്. പിന്നെ എന്തിനാ പേടിക്കേണ്ട ആവശ്യം?
പിന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവ് ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോയപ്പോഴാണ്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതെനിക്ക് മരണം വരെയുള്ള രോഗമാണ്, ചാകുന്ന വരെ എൻ്റെ കൂടെ ഉള്ളതാണ്. ഇതാരെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. അപ്പൊ അത് പരിഹരിക്കാൻ ദൈവത്തിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഞാൻ തുടർന്ന് എന്താ പറയാ, ആ ഒരു ദൈവവിശ്വാസത്തിൽ, അത് ഇന്ന ദൈവം എന്നൊന്നുമില്ല കേട്ടോ, ഞാൻ മനസ്സിലാക്കുന്ന ദൈവം നണരിന്റെ കടവുൾ, ആ ഒരു ദൈവത്തിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ ഇതുവരെ എനിക്ക്. ഇനി വരില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. കാരണം ഇതിന്ന് ഞാൻ മാറിയാൽ, വെറും കുടിക്കാതെ മാത്രം ഇരുന്നാൽ, വേറെ പ്രോഗ്രാമിലൊന്നും ഞാൻ എന്താ പറയാ, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ തീരുമാനിച്ച് ഞാൻ മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുടിച്ചിരിക്കും. ആ ചിന്തിച്ചാൽ തന്നെ മതി, റിലാപ്സ് ആയി. കുടിക്കേണ്ട ആവശ്യമല്ല. ഇതൊന്നും എനിക്ക് വേണ്ടപ്പാ. എന്താ ഈ പടികളും പാരമ്പര്യങ്ങളും സ്പോൺസറും ഇയാളുടെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് എന്റെ ചിന്തയിൽ തോന്നിയാൽ ഞാൻ റിലാപ്സ് ആയി. പിന്നെ കൊഴുത്ത് വായിൽ ഒഴിക്കേണ്ട സമയമേ ഉള്ളൂ. അപ്പൊ തന്നെ എൻ്റെ മനസ്സ് കുടിയിലേക്ക് ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സുഹൃത്തുക്കളെ, ഒരു സംശയമില്ല. എൻ്റെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ഏതാ മുതൽ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താ പറയാ, എന്നെ അത്രയ്ക്കും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ ഏതാ അവസ്ഥ ഇതാർക്കും അറിയില്ല. എൻ്റെ കാണുമ്പോൾ ആൾക്കാർക്കൊന്നും അറിയില്ല. എൻ്റെ ഉള്ളിൻ്റെ എൻ്റെ അകത്ത്, എൻ്റെ ഇന്നറില് എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ എന്താ പറയാ, വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് എനിക്കേ അറിയുള്ളൂ, ദൈവത്തിനും സ്പോൺസറിനും. അത്രേ ഉള്ളൂ, വേറെ ആർക്കും ഇത് അറിയില്ല. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെ പോയാൽ കുടിക്കും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തുടർന്ന് ഞാൻ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ഇതിപ്പോ ഇന്ന് തന്നെ പ്രോഗ്രാം ചെയ്യണോ, നാളെ തന്നെ ചെയ്യണം, ഇതൊന്നും ആൽക്കഹോളിക് അനോണിമസ് പറയുന്നില്ല. നിനക്ക് എന്നാണ്, എനിക്കൊക്കെ എത്രയോ സമയമായി. അപ്പോഴും ഞാൻ ഈ ഷെരീഫാക്ക പണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായി 10 വർഷം കഴിഞ്ഞിട്ടാണ് മൂപ്പര് പ്രോഗ്രാം ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷെയറിങ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഇത് ആലോചിച്ചിരിക്കാം, മൂപ്പര് ഇപ്പൊ 20-25 വർഷമൊക്കെ ആകാനായി. അപ്പൊ മൂപ്പരെന്നെ 10 വർഷം കഴിഞ്ഞിട്ടാ ചെയ്ത്, അപ്പൊ എനിക്ക് അപ്പൊ ചെയ്താൽ മതിയല്ലോ, എന്റെ ചിന്തയിൽ അങ്ങനെ തോന്നുന്നു. മൂപ്പരെന്നെ അപ്പൊ മൂപ്പർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പക്ഷെ എത്രയും പെട്ടെന്ന് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നടക്കൂല, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നടക്കൂല. അപ്പോ ഞാന് അയാൾ അപ്പോഴാണല്ലോ ചെയ്തത്, എനിക്ക് അപ്പൊ ചെയ്താൽ മതി എന്നുള്ള ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാല് ചിലപ്പോ മൂപ്പർക്ക് 10 വർഷം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റി, ഞാൻ അപ്പത്തിനും കുടിച്ച് മരിച്ചിട്ടുണ്ടാവും. ഇതാണ് വ്യത്യാസം. അപ്പൊ എനിക്ക് എപ്പോഴാണോ നല്ല തെളിവായ മനസ്സ് വരുന്നത്, അപ്പൊ ഞാൻ ഇതിലേക്ക് ഇറങ്ങി കളിച്ചേ പറ്റുള്ളൂ. അല്ലാണ്ട് ഗാലറിയിൽ ഇരുന്ന് നോക്കിയിട്ട് കാര്യമില്ല. അവര് ചെയ്യുന്നുണ്ടോ, ഇവര് ചെയ്യുന്നുണ്ടോ, അല്ല അവര് ചെയ്ത് ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ഈ കരക്കിരുന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ഞാന് ഈ ഒരു പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഞാൻ തുടർന്ന് ഈ ഒരു പ്രോഗ്രാമുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഡെയിലി വേണം സുഹൃത്തുക്കളെ. ആ വലിയ ശക്തിയുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എനിക്ക് രാവിലെ തന്നെ ഞാൻ എണീച്ച് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ തന്നെ ഞാൻ അതിനോട് ഐക്യമായി. ഉറങ്ങുമ്പോൾ നന്ദി പറഞ്ഞ് എൻ്റെ ആത്മാവിനെ അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടേ കിടന്നുറങ്ങണം. രാവിലെ എണീക്കൊന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ദൈവമേ ഈ ദിവസം തന്നതിന് നന്ദി പറഞ്ഞിട്ട് അങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. മറ്റത് അതൊന്നും പറ്റൂല. ഇതിനാണ് ഞാൻ മീറ്റിങ്ങിന് വരുന്നത്, അതല്ലാണ്ട് കുടി നിർത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല. കുടി നിർത്തുക എന്ന് പറഞ്ഞത് ഇതിൽ കയറി വരാനുള്ള ഒരു ചെറിയൊരു ടിക്കറ്റ്, ഒരു ടോക്കൺ, അவ்வளോதான். വേറെ ഒന്നുമില്ല എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കുറെ റിലാപ്സ് ഒക്കെ വേണ്ടി വന്നു കേട്ടോ. കാരണം ഞാൻ കുറെ പരിശോധിച്ച് നോക്കി തന്നെ, ഈ പടികളും പാരമ്പര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് കുടി നിർത്താൻ പറ്റുമോ, അങ്ങനെ നിർത്തിയാൽ മതിയോ, അങ്ങനെയൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞാല് ഫുൾ ആ ഗ്രൂപ്പ് ശരിയില്ല, ഈ ഗ്രൂപ്പ് ശരിയില്ല, അയാള് ശരിയില്ല, ഇയാള് ശരിയില്ല, ഏക്കാരൻ അവൻ ശരിയില്ല, ഇവൻ ശരി. എവിടെ ശരിയില്ലാത്ത ഞാനാണ്, വേറെ ഒന്നുമല്ല. ഇങ്ങനെ പലരെയും കുറ്റം പറഞ്ഞ് നടക്കുക. മീറ്റിങ്ങിൽ കയറിയിട്ട് എന്താ പറയാ, ഒരു കൗണ്ടർ പോലൊക്കെ ഷെയർ ചെയ്യുക. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ പറ്റിയിട്ടാണ് പറഞ്ഞു എന്നുള്ള ഒരു ചിന്ത എനിക്ക് വരും. എന്നിട്ട് ഞാൻ എന്താ പറയാ അതിനെക്കുറിച്ച് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ വികൃതമായ ഒരു സ്വഭാവമാണ് എനിക്കുണ്ടത്. അപ്പൊ ഇന്ന് അതൊന്നും അല്ല. അതിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇന്ന് ആരോ എന്തോ അങ്ങനെയൊന്നും അല്ല. എനിക്കാണ് ആവശ്യം. ജീവൻ നിലനിൽക്കുന്നത് എന്റേതാണ്. എൻ്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ആ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം എനിക്ക് തന്നിട്ടുള്ളത്. അത് ഫോളോ ചെയ്ത് പോകുമ്പോൾ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. എന്താ പറയാ, അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്ന പിഞ്ച് കുഞ്ഞിനെ പോലെ എവിടെ കിടന്നാലും ഉറക്കം വരും. മറ്റത് ബെഡിലല്ല, മറ്റേ AC റൂമിൽ കിടന്നാലും ഉറക്കം വരൂല.
എന്താ പറഞ്ഞാൽ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ പരക്കം പായല്ലേ. അതുണ്ടാക്കണം, ഇത് നേടണം, ഇവനാക്കണം, അങ്ങനെ ആക്കണം, അവനെ ദ്രോഹിക്കണം, ഭാര്യനെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഇതൊക്കെ എന്താ പറയാ, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു സുഹൃത്തുക്കൾ. അതിന്നൊക്കെ ഇന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. അതിന്നൊക്കെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോയപ്പോൾ പോകുന്നുകൊണ്ട് ഇന്ന് അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇതിനാണ് ഞാൻ മീറ്റിങ്ങിന് വരുന്നത്, ഇതിനാണ് കീപ് കമ്മിങ് ബാക്ക് എന്ന് പറയുന്നത്, ഇതിനു വേണ്ടിയിട്ടാ. എങ്കിൽ മാത്രമേ എൻ്റെ ഉള്ളിലുള്ള രോഗം മാറിയിട്ടുണ്ടാവുള്ളൂ. ആ സുഖം പ്രാപിക്കുന്ന ആ റിക്കവറി എന്ന് പറഞ്ഞ സംഭവം എൻ്റെ ഉള്ളിൽ നടക്കണം. അതല്ലാതെ സോബറിറ്റി മാത്രം വർഷങ്ങൾ മാത്രം കടന്നു പോയിട്ട് കാര്യമില്ല. വർഷങ്ങൾ മാത്രം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് കുടിച്ചിട്ട് വീകുന്ന പോലെ എല്ലാവരും 5 വർഷം കഴിഞ്ഞിട്ട്, ഇപ്പൊ 6 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീകുമ്പോ എത്ര ആറാമത്തെ നിലയിൽ നിന്ന് വീകണ പോലെയാ, നല്ല പരിക്ക് പറ്റും. ഈ വന്ന പാട് എന്താ ഒരു 6 മാസത്തിലോ ഒരു വർഷത്തിലൊക്കെ വീണ്ടും കുടിക്കുന്ന ആൾക്കാർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരു 10 വർഷം കുടിച്ചവന് അല്ല എയിലൂടെ പോയവന് കുടിച്ച് വീണ് കഴിഞ്ഞ് പിന്നീട് റിലാപ്സ് ആയി കഴിഞ്ഞാൽ ചിലപ്പം എണീച്ച് ഇതിൽ വരാനേ പറ്റൂല. മരിക്കല്ലാണ്ട് വേറെ രക്ഷയില്ല. ആ മറ്റെന്താ പറയാ, ഒരു കുറ്റബോധം മരണത്തിലേക്ക് കൊണ്ടുപോകും. മീറ്റിങ്ങിൽ കയറാൻ വരെ വിടൂല. അയ്യോ ഇങ്ങനെ നടന്നു, ഞാൻ ഇങ്ങനെ ആയിപ്പോയില്ലെന്ന് പറഞ്ഞ് സൂസൈഡ് ചെയ്തു പോകും സുഹൃത്തുക്കളെ. ഇതാണ് ഡേഞ്ചർ. അതുകൊണ്ട് എത്ര വർഷങ്ങൾ കടന്നുപോയി എന്നല്ല, ഞാൻ എങ്ങനെ കടന്നുപോയി എന്നുള്ളതാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഇത്ര വർഷമായോ എന്നൊന്നുമല്ല. ഇന്നും ഞാനൊരു പുതുമക്കാരന്റെ ആ ലുക്കിലാണ് ഞാൻ ഇപ്പോഴും മീറ്റിങ്ങിൽ കയറല്, ഇപ്പോഴും നിൽക്കല്. എവിടെയെങ്കിലും സംസാരിക്കാൻ സാഹചര്യം കിട്ടിയാൽ ഞാൻ സംസാരിക്കും. ഇത്ര വർഷമായി അത്ര വർഷമായി എന്നൊന്നും അല്ല. എനിക്ക് വൺ ഡേ അറ്റ് എ ടൈം, ഇന്നത്തെ ഒരു ദിവസമാണ് എന്റെ പ്രോഗ്രാം. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ആ ഒരു എന്താ പറയാ ഒരു കാഴ്ചപ്പാട് എനിക്ക് എത്ര വർഷമായാലും ഉണ്ടാവും സുഹൃത്തുക്കളെ. അതാണ് എന്റെ ഒരു എന്താ പറയാ, എനിക്കൊരു അതൊരു നല്ലതായിട്ട് തോന്നിയത്. അല്ലെങ്കിൽ ഇത്ര ആയി, ഇനിയിപ്പോ ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, അതായത് ഞാൻ വലിയ ഇവനാണ്, ഏഹ് ഇനിയിപ്പോ എന്നെക്കാൾ താഴെ സംസാരിച്ചാൽ മതി, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അഹംഭാവമായി അതെന്നെ വീണ്ടും കുടിയിലേക്ക് കൊണ്ടുപോയി വിടും. ഇന്നും ആൽക്കഹോളിക് അനോണിമസിൽ ഞാൻ പുതുമക്കാരനാണ്. ഇന്നും ഞാൻ എപ്പോഴും എത്ര വർഷമായി കഴിഞ്ഞാലും എനിക്ക് ഇന്നത്തെ ഒരു ദിവസമാണ് പ്രോഗ്രാം. എനിക്ക് ഒരു നാൾ ഒറ്റ ഒരു ദിവസത്തെ എഗ്രിമെന്റിൽ ഒരു ദിവസത്തെ പ്രോഗ്രാമിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ആ അഹംഭാവം ഒന്നും വലിയ ഇത്ര ആയി അത്ര ആയി എന്നുള്ളതിലൊന്നും ഒരു കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ പുതിയതായിട്ടുള്ളവർക്ക് വന്ന് കേൾക്കുമ്പോൾ, ഇത്ര അയാൾ ഇത്ര വർഷമായില്ല, അങ്ങനെ ഇങ്ങനെ തോന്നുമായിരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ ദിവസവും ഇതില് ഓരോന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിനെ ഒന്നും കൂടി അതിങ്ങനെ മനസ്സിലാക്കുമ്പോൾ എത്ര മനോഹരമായ പ്രോഗ്രാമാണ്. ഏഹ് ഇതുകൊണ്ടാണ് ഇവർ വരാൻ പറയുന്നത്. അല്ലാണ്ട് വെറുതെ കുടി നിർത്താൻ വേണ്ടിയിട്ട് വരി കുടി നിർത്താനൊന്നല്ല. ഇതിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷം കൊണ്ടാണ് വീണ്ടും വരിക, നலம் നിശ്ചയം, സുഖം പ്രാപിക്കാൻ പറ്റും, റിക്കവറി കിട്ടും എന്നുള്ളത് പറയുന്നത്. അല്ലാണ്ട് ഞാൻ കുടി നിർത്താൻ വേണ്ടി വരി എന്ന് പറയുന്ന പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. ആദ്യം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം ഫസ്റ്റ് ഒക്കെ പോയപ്പോ കുടി നിർത്താൻ വേണ്ടിയിട്ടാണ് വിളിക്കണെന്നൊക്കെ തോന്നി. ഇത് കുടി നിർത്താൻ വേണ്ടിയിട്ടല്ല വിളിക്കുന്നത്. ഇതിൽ വരാൻ പറയുന്നത് നല്ല സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ. കാരണം അത്രയും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. മദ്യാസക്തനായതിന്റെ ശേഷം, ഈ ഒന്നാമത്തെ പടി അംഗീകരിച്ചതിന് ശേഷം, അതിന്റെ മുമ്പൊക്കെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്നൊക്കെ എനിക്ക് ഇനിയുള്ള ജീവിതം ഇതേ ലോകത്ത് തന്നെയാണ് ഞാൻ ജീവിക്കേണ്ടത്. വേറെ എനിക്കായിട്ട് കുടി നിർത്തിയതിന്റെ ശേഷം ചെവ്വയിലോ അല്ലെങ്കിൽ ബുധനിലോ കൊണ്ടുപോയി വിടുന്നില്ല. ഇതേ ആൾക്കാരുടെ ഇടയിൽ, ഇതേ ഭാര്യന്റെ കൂടെ, ഇതേ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ ജീവിക്കണം. നടക്കുവോ? നടക്കൂല. കാരണം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരൊക്കെ കാണുമ്പോൾ ഇറിറ്റേഷൻ ആവും. എന്നെ കുടിച്ചിട്ട് നടന്ന സമയത്ത് ചീത്ത പറഞ്ഞ തല്ലിയ ആളെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. കുടിക്കുന്ന സമയത്ത് എന്റെ കള്ളുകുപ്പി എടുത്ത് കാവായിൽ ഒഴിച്ച അല്ലെങ്കിൽ ബാത്റൂമിൽ ഒഴിച്ച ഭാര്യനെ കണ്ട എനിക്ക് ദേഷ്യം വരും. അല്ലെങ്കിൽ കുടിച്ചു നടന്ന സമയത്ത് എന്റെ എന്താ എനിക്ക് പ്രശ്നമായിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രശ്നം വരും. എന്റെ മനസ്സ് ഇറിറ്റേഷൻ ആവും. അപ്പൊ ഇതേ ലോകത്ത് ഞാൻ കുടിച്ചുകൊണ്ട് ജീവിച്ച സമയത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഓപ്പോസിറ്റ് ഞാൻ ജീവിക്കണം. സമാധാനപരമായിട്ട് ജീവിക്കണമെങ്കിൽ എനിക്ക് ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിലൂടെ പോവുകയാണെങ്കിൽ ജീവിക്കാൻ പറ്റും, ഉറപ്പാ. ഇന്ന് ഇതേ നാട്ടിലാണ് ഈ നാട്ടുകാരൊക്കെ എന്നെ ചെരുപ്പ് ഊരി തല്ലി ഓട്ടിച്ച നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ ഇന്ന് ജീവിക്കണേ. അത് ആലോചിക്കുമ്പോ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ, ഞാൻ ഏലല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ജീവിക്കൂല. എനിക്കെന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്തയായിരിക്കും. അയ്യോ ഈ ആൾക്കാരൊക്കെ ഉത്സവപ്പറമ്പെന്ന്, ഇവിടെ എല്ലാവരും വരുന്ന ഒരു ഉത്സവമാണ്, ഒരു എന്താണ് മാരിയമ്മൻ ക്ഷേത്രമുണ്ട്. അവിടെയാണ് ഞാനൊരു പെൺകുട്ടീനെ തോണ്ടിയിട്ട് എന്നെ ആൾക്കാരൊക്കെ കൂടി തല്ലി, എന്നിട്ട് ആകെ പ്രശ്നമായി. ഞാൻ അടുത്ത ദിവസം തന്നെ ഇവിടുന്ന് നാട് വിട്ട് തമിഴ്നാട്ടിലൊക്കെ പോയി 12 വർഷമൊക്കെ, ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള കാര്യം. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റൂല. കാരണം അങ്ങനെയൊക്കെ
പോയ ആ ഒരു മനുഷ്യന്, ഞാൻ ഇന്ന് ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിലായതുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മീറ്റിംഗിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ തല കാട്ടാൻ പറ്റുമോ? ഈ ആൾക്കാരുടെ മുമ്പ് ജീവിക്കാൻ പറ്റുമോ? എന്റെ ഭാര്യന്റെ കൂടെ ഞാൻ ജീവിക്കാൻ പറ്റുമോ? ജീവിക്കൂല. കാരണം ഇപ്പോഴും വെറുപ്പും വിദ്വേഷമായിരിക്കും. അവൾ എന്നെ അങ്ങനെ ചെയ്തു, പോലീസ് സ്റ്റേഷൻ കയറ്റിയിട്ടുണ്ട്, എന്റെ അമ്മയും അച്ഛനും മുമ്പിൽ ഇട്ടിട്ട് എന്നെ തല്ലിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എന്റെ മനസ്സിനെ ബാധിക്കുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവളെ മുമ്പിൽ ഞാൻ അവളെ കൂടെ തന്നെ ജീവിക്കണമെങ്കിൽ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിലായിരിക്കുമ്പോഴേ പറ്റുള്ളൂ. അവൾക്ക് പരിഹാരമായിട്ട് ഞാൻ ജീവിക്കണം. അപ്പൊ ഞാൻ അവരുടെ കൂടെ സന്തോഷമായിട്ട് എന്റെ ജീവിതത്തിന് മാനസിക അവസ്ഥയെ മാറ്റാൻ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിനെ പറ്റുള്ളൂ. വേറെ എവിടെ പോയാലും പറ്റൂല. എനിക്ക് പറ്റില്ല കേട്ടോ. ഇനി വേറെ ആൾക്കാരൊക്കെ കുടിക്കാതൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ, ഇനി വേറെ പരിപാടിയൊക്കെ ആയിട്ട് കുടിക്കാതിരിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇതേ ലോകത്ത് ഇതേ ആൾക്കാരുടെ ഇടയിൽ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ആൽക്കഹോളിക് അനോണിമസ്, മദ്യാസക്തനായ എനിക്ക് ദൈവം തന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന ആ സാധനം. അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മീറ്റിങ്ങിലേക്ക് വരുന്നത്. അതിനാണ് വരാൻ പറയുന്നത് എല്ലാവരും. തുടർന്ന് വാരുங்கள், വെற்றி നിശ്ചയം, ജയിക്കാൻ പറ്റും. ഇതേ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ജീവിച്ച് അവരുടെ മുമ്പിൽ ജയം കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, എന്നെ തന്നെ ഞാൻ ജയിക്കാൻ പറ്റും. എന്നെ സ്വയം തന്നെ ഞാൻ ജയിക്കാൻ പറ്റും എന്നുള്ള ആ വിശ്വാസത്തിലാണ് വരിക 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 എന്ന് പറയുന്നത്. അല്ലാണ്ട് വെരി കുടിക്കാതിരിക്കുക എന്നുള്ളതൊന്നും അല്ല. അതൊക്കെ ആദ്യം അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല സുഹൃത്തുക്കളെ. ഫസ്റ്റ് കേൾക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും, കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്, കീപ് കമ്മിങ് ബാക്ക് എന്ന് പറയുന്നത് മദ്യപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ അതൊക്കെ ആയിരിക്കാം. പക്ഷെ അത് മാത്രമല്ല, ഞാൻ നിലനിൽക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം, സമാധാനമായിട്ട് ജീവിക്കണം, ഇതേ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ജീവിക്കണം, തല ഉയർത്തി നടക്കണം, മറ്റുള്ളവരെ കണ്ണു നോക്കി സംസാരിക്കണമെങ്കിൽ എനിക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോയാൽ ജീവിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഇന്നുണ്ട് സുഹൃത്തുക്കളെ. ഇന്നുണ്ട് എനിക്ക്. അതിന് ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിന് നന്ദി പറയാം. ഇതൊക്കെ എന്റെ പഴമക്കാര് ഇതൊക്കെ ഇങ്ങനെ ജീവിച്ച് കാണിച്ചു തന്നപ്പോൾ എനിക്കും പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അവർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് ചെയ്താൽ എന്താ, എനിക്കും പറ്റും. പക്ഷെ ഞാൻ തയ്യാറാകണം, ഞാൻ ഓക്കെ ആകണം. ഞാൻ എൻ്റെ ആ ഉള്ളിലുള്ള ആ വേണ്ടാത്തതിന് എടുത്ത് കളഞ്ഞാൽ മാത്രമേ എനിക്കിതിൽ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഉള്ളിലൊന്ന് പുറത്തൊന്ന് പറഞ്ഞ് ആക്ട് ചെയ്തിട്ടൊന്നും ഇതിൽ നടക്കൂല. എന്റെ ഉടായ്പൊന്നും ഇതിൽ നടക്കൂല. കാരണം എന്റെ അത്രമാത്രം വികൃതമായ ബുദ്ധിയാ, കുരുട്ട് ബുദ്ധി കൂടുതലുള്ള മനുഷ്യനാണ് ഞാൻ. ആ ബുദ്ധി വെച്ചിട്ട് ഇതിൽ നിൽക്കാനും നടക്കൂല. ഇത് ദൈവം നടത്തുന്ന പരിപാടിയാ. അടി അപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. കുടിക്കൂലായിരിക്കും. പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരണ്ട കുടിയനായിട്ട് എന്താ പറയാ അങ്ങനെ നടക്കായിരിക്കും. അപ്പൊ തോന്നും അതിന് നല്ലത് കുടിക്കണായിരിക്കും വെച്ചെന്ന് തോന്നും. കുടിച്ചിട്ട് ചെയ്യുന്നാലും കൂടി വലിയ പ്രശ്നമില്ല. കുടിക്കാതെ ഞാൻ ഈ വേദനയൊക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷെ പ്രോഗ്രാമിലൂടെ സത്യസന്ധയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും സുഹൃത്തുക്കളെ. ഓരോ നിമിഷവും ഓരോ നിമിഷവും ആസ്വദിച്ച് ഈ പ്രസന്റ് ടൈമില് ഇപ്പൊ കിട്ടുന്നത് എന്താണ്, ഈ പച്ചവെള്ളം കുടിക്കുമ്പോൾ വരെ അതിലൊരു ടേസ്റ്റ് സന്തോഷം കിട്ടും. അത്രേ ഉള്ളൂ. അതാണ് സിമ്പിൾ ആയിട്ട് പറയാനുള്ളത്. അത്രമാത്രം ഓരോ സെക്കൻഡും ആസ്വദിച്ച്, കാരണം വൺ ഡേ അറ്റ് ടൈമിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. ഇന്നത്തെ ഒരു ദിവസമാണ് എൻ്റെ 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 എന്താ പറയാ, എനിക്കുള്ള ഒരു ജീവിതം ഇന്നത്തെ ഒരു ദിവസമാണ്. അപ്പോൾ അതിൽ സന്തോഷമായിട്ട് ജീവിക്കാനൊക്കെ ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ വലിയൊരു പ്രോഗ്രാം എനിക്ക് സഹായിക്കുന്നുണ്ട്. ആ ഒരു സഹായത്തിലൂടെയാണ് അതിനാണ് ഞാൻ ഇന്ന് വരുന്നത് കേട്ടോ. ഞാൻ മനസ്സിലാക്കിയത് അതിനാണ്. ഈ കീപ് കമ്മിങ് ബാക്ക്. ഞാൻ ഇനിയും വന്നുകൊണ്ടിരിക്കും. കാരണം ഇതിൽ എനിക്കൊരു സുഖം കിട്ടുന്നുണ്ട്, ഇതിലൊരു സന്തോഷം കിട്ടുന്നുണ്ട്, ഏഹ് ഇതിലൊരു സമാധാനം കിട്ടുന്നുണ്ട്. ഇതേ ആൾക്കാരുടെ ഇടയിൽ ജീവിക്കാം. ഇന്ന് അതേ ഭാര്യ തന്നെയാണ് പണ്ട് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ നാട്ടിൽ അരപ്പറ്റ എന്ന് പറയുന്ന എൻ്റെ അതേ നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. അതേ ആൾക്കാരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. എവിടെ ഓട്ടി പോയിട്ടില്ല. അതേ വർക്കാണ് ചെയ്യുന്നത്. അന്ന് കുടിക്കുന്ന കഴിയുമ്പോൾ സെൻട്രിങ് പണി തന്നെയാണ് ചെയ്തത്. ഇന്നും അതേ പണിയാണ് ചെയ്യുന്നത്. കാരണം മറ്റത് ഞാൻ പണീനെ കുറ്റം പറഞ്ഞ് കുടിക്കുകയായിരുന്നു. ഈ പണിക്ക് പോയാൽ കുടിക്കുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് സാധനം കിട്ടും, ഫുള്ള് കള്ളുടിയന്മാരാണ് എൻ്റെ കൂടെ പണിയെടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് ആളാണ്. പക്ഷെ ഇന്നും ഞാൻ അതേ പണി തന്നെ എടുക്കുന്നത്. ഈ 6 വർഷമായിട്ടൊക്കെ, 6 വർഷം 10 മാസം 7 ദിവസമായിട്ടും അതേ വർക്ക് തന്നെ ചെയ്യുന്നത്. ഞാൻ കുടിക്കാതിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കുടിയല്ല പ്രശ്നം, ഞാനാണ് പ്രശ്നക്കാരൻ. ഞാൻ എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിങ്ങിലേക്ക് വരുന്നത്. അതിനാണ് വരാൻ പറയുന്നത്. ജോൺസാ വാ വാ എന്ന് പറയുന്നത്. എന്നെ എൻ്റെ അടുത്ത് ഫസ്റ്റ് എന്താ പറയാ, ആൾക്കാരൊക്കെ പറയും ഇതൊക്കെ ചെറിയ കുടി നിർത്താന്ന് പറയുന്നത്. ഈ സിവിലിന്റെ ഇപ്പൊ ബാഹുബലിയൊക്കെ ഇറങ്ങിയ സമയത്ത് അതിന്റെ ട്രെയിലർ പീസ് ഇത് കാണിക്കും. ചെറിയ ഒരു 2 മിനിറ്റോ 3 മിനിറ്റുള്ള പരിപാടിയായിട്ട് ഇങ്ങനെ കാണിക്കും. അതില് ഭയങ്കര ഭയങ്കര സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് അതുപോലെ ഒരു ട്രെയിലർ മാത്രമാണ് ഈ കുടി നിർത്തുക എന്ന് പറയുന്നത്. പക്ഷെ വലിയ മെയിൻ പിക്ചറേ വേറെയാ. ആൽക്കഹോളിക് അനോണിമസിൽ വരാൻ പറയുന്നത് കുടി നിർത്താൻ വേണ്ടിയിട്ടല്ല,
എന്നുള്ള ഒരു വലിയൊരു സത്യം ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോഴും ഞാൻ കുടി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റുപോകും. ഉറപ്പാ, ഞാൻ കുടി മാത്രം നിർത്തിയാൽ മതി എന്നുള്ള ആ ഒരു ചിന്തയിൽ മാത്രം ഞാൻ ഇതിൽ പോവുകയാണെങ്കിൽ നിലനിൽക്കാൻ പറ്റൂല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിലനിൽക്കാൻ പറ്റൂല, അത് ഉറപ്പാണ്. അപ്പൊ അതിന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുടി നിർത്തലല്ല എൻ്റെ വലിയ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി ഈ പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ എനിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവൊക്കെ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് അതേ കുടുംബത്തോടു കൂടി ഹാപ്പി ആയിട്ട് സുഹൃത്തുക്കൾ, വളരെ സന്തോഷമായിട്ട്, വല്ലാണ്ട് റിസ്ക് ഒന്നും എടുക്കാണ്ട്, പണി ആയിക്കോട്ടെ, കുടുംബം ആയിക്കോട്ടെ, മീറ്റിംഗ് ആയിക്കോട്ടെ, ഒക്കെ ഒരു ടൈമിൽ ഒരു ലെവലിന് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. അതൊക്കെ വലിയൊരു എന്താ പറയാ സന്തോഷമുള്ള ഒരു ഇതാണ്. കാരണം ഞാൻ വന്ന സമയത്തൊക്കെ ഫുള്ള് മീറ്റിങ്ങിലൊക്കെ ഒരുപാട് കുറേ വാർഷിക അതിനൊക്കെ പോയിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പൊ ഒക്കെ എന്റെ ഭാര്യയ്ക്ക് ചെറിയ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും ഞാൻ കുടിച്ചപ്പോൾ പിന്നെ ആ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ട് അവള് പറഞ്ഞത്, നിങ്ങൾ ഇനി എത്ര ദിവസം നടക്കും നോക്കാലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് ഇനി എത്ര കാലം നോക്കാലോ, നിങ്ങൾ കുറെ അങ്ങനെ ഒരുപാട് അവരെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത്ര മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊക്കെ അവരെ ആരും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മീറ്റിങ്ങിന് വരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാര്യം. ഇതിപ്പോ രണ്ടേ രണ്ട് കാര്യം. ഒന്ന്, ഞാൻ എൻ്റെ ശരീരത്തിൽ ജീവൻ വേണം. ഞാൻ എത്ര ദിവസമാണോ ദൈവം, ഞാൻ ആദ്യം പറഞ്ഞില്ല മരുന്ന് കുടിച്ച് ചാകാൻ പോയി എന്നുള്ളത്, ഇന്ന് മരണത്തെ തേടി പോകുന്നില്ല, കാത്തിരിക്കുകയാണ്. എന്നാണോ ദൈവം എടുക്കുന്നത് അതുവരെ ഉണ്ടായി, അതുവരെ നന്നായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. അതിന് പേടിക്കാണ്ടെയും ആൾക്കാർ മുമ്പിൽ തലയുയർത്തി നിൽക്കാനും വേണ്ടിയിട്ട് എനിക്ക് നല്ലൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട് ദൈവം. അത് തന്നെയാണ്, വേറൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഈ ലോകത്ത് എന്ത് പ്രയാസങ്ങളെയും എന്ത് പ്രശ്നങ്ങളെയും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് എന്താ പറയാ, ദൈവം കൂടെയുണ്ട്. ആ ഞാൻ പറഞ്ഞ ആ ജീവൻ എന്ന് പറയുന്ന അത്, ആ ഒരു ശക്തി എൻ്റെ കൂടെ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ ഒരു വിശ്വാസമൊക്കെ തന്നത് ഈ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് എനിക്ക് ആൽക്കഹോളിക് അനോണിമസിന് അത്രമാത്രം ഇഷ്ടം. എൻ്റെ ഭാര്യയൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയും, നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 100 നാവാന്ന് പറയാം. സത്യമാണ്, എനിക്ക് അത്ര ഇഷ്ടമാണ്. കാരണം ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റൂല. ഈ മാറ്റം വേറെ എവിടെ പോയിട്ടാ കിട്ടുക? എനിക്ക് കിട്ടൂല കേട്ടോ, വേറെ എവിടെ പോയാലും. ആരും പറഞ്ഞു തന്ന ഇതൊന്നും ആരും പറഞ്ഞു തന്നതൊന്നല്ല. അതായത് ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്നൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. അവരവരെ കാര്യം പറയുന്നുള്ളൂ. എൻ്റെ അടുത്ത് ജോൺസാ നീ ഇന്ന് കുടിക്കരുതെന്ന് വന്നിട്ട് ഇതുവരെ ആരും നിന്നെ കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. കുടിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ പോയി കുടിക്കും. നീ ആരാ എൻ്റെ കുടിക്കണ്ട പറയാനെന്നൊക്കെ. എൻ്റെ അടുത്തൊന്നും അങ്ങനെ ആരും പറഞ്ഞില്ല. മീറ്റിങ്ങിക്ക് വാ, അത്രേ പറയുള്ളൂ. ഞാനൊക്കെ പണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പോയിട്ട് പഴമക്കാരുടെ അടുത്ത് ഇങ്ങനെ പറയും, എനിക്ക് അങ്ങനെയായി ഇങ്ങനെയായി, പണി പോയി, ഭാര്യ പിണങ്ങി പോയി, അവിടെ കുട്ടികളില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യം പറയുമ്പോൾ അവർ ഇതൊക്കെ കേട്ടിട്ട് ഒറ്റ ഡയലോഗേ ഉള്ളൂ, ശരി ഒന്നും പ്രശ്നമില്ല, സായങ്കാലമാണ് മീറ്റിംഗ് വന്നിട്ട്, അവളോടാ, വേറെ ഒന്നും പറയില്ല. ഒരു കുഴപ്പമില്ല, വൈകുന്നേരം ആകുമ്പോൾ മീറ്റിംഗ് വാ. ഇത്രേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഈ മീറ്റിംഗ് ഹാളിൽ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു പവർ ഉണ്ട്. അതാണ് തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ആ പടി തൊട്ട് നെറ്റിയിൽ ഇങ്ങനെ വെച്ചിട്ട് ആൾക്കാർ ചെക്കന്മാർ കയറി വരും മീറ്റിംഗ്. ഞാൻ വിചാരിക്കുന്നത് അമ്പലോ ഇതിലൊക്കെ ഇങ്ങനെ, ചില ഒരു വിശ്വാസം അങ്ങനെയാണ്. നമ്മൾ ഈ തമാശയായിട്ടൊന്നും, ഞാനൊക്കെ ഇത് തമാശയായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഈ മീറ്റിംഗ് ഇങ്ങനെ ഇപ്പൊ ആരും കാണുന്നില്ലല്ലോ, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഏഹ് ഇപ്പൊ ഓൺലൈനിലാണ്, ഇപ്പൊ ആരും ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും ആരും കാണും, ആരും, ദൈവം കാണുന്നുണ്ട് ഇത്. ഞാനിതിൽ സത്യസന്ധമായിട്ട് നടക്കണം, അല്ലാതെ മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും കാണിക്കണ്ടോ ഇതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്റെ മനസാക്ഷിക്ക് സത്യസന്ധമായിട്ട് ഞാൻ മീറ്റിങ്ങിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ. അല്ലാതെ വെറുതെ ടൈം പാസിന് വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലമല്ല. ഫിസിക്കൽ മീറ്റിംഗിൽ പറയും, വന്ന് ബെഞ്ചി തുടച്ചിട്ട് ബെഞ്ചി വന്ന് ക്ലീൻ ചെയ്തിട്ട് പോണ സ്ഥലമൊന്നും അല്ല എന്ന് പറയും. തമിഴ് ആൾക്കാരൊക്കെ അങ്ങനെ പച്ചയ്ക്ക് കാര്യങ്ങൾ പറയും. അപ്പൊ അങ്ങനെ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നൊരു വാക്കുകൾ, ഞാനൊക്കെ വെറുതെ ഓ ശരി, ഒരു ഒളിഞ്ഞു നിൽക്കാനുള്ള ഒരു സ്ഥലം, അതായത് ആർക്കും അറിയാണ്ട് വന്നിട്ട് ഇവിടെ നിന്നാൽ മതി, എന്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ കുടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരുന്നാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതല്ല, ഇനിയും എന്താ പറയാ, മുന്നോട്ട് ജീവിക്കണമെങ്കിൽ, മദ്യാസക്തനായ എനിക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഈ ഒരു പ്രോഗ്രാം മതി. ഇന്നിപ്പോ പൈസ ഒക്കെ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അന്നൊക്കെ ഒളിച്ചോട്ടായിരുന്നു. ഇപ്പൊക്കെ ഞാൻ ഇതിൽ വന്ന് ഈ പ്രോഗ്രാമിലൂടെ കടന്നു പോകാൻ തുടങ്ങിയതിന് ശേഷമൊക്കെ ആരെടുത്തും മുഖത്ത് നോക്കിയിട്ട് പറയും, ഏട്ടാ നിങ്ങളെ പറ്റിച്ചിട്ടൊന്നും പോവില്ല, പൈസ ഞാൻ തരും എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ കൊടുത്ത് അങ്ങനെ തീർക്കാനൊക്കെ പറ്റി. മറ്റത് പേടിച്ച് ഓടലാ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല അവരെ മുഖത്ത്. അപ്പൊ അവർക്ക് കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലായി, ഫോൺ എടുക്കൂല. ഇപ്പൊ ഞാൻ ഫോൺ എടുത്ത് കാര്യങ്ങൾ പറയും, ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ. ഇന്നൊരാൾ പണിക്ക് വിളിച്ച് നാളെ വരാൻ പറ്റും, ഞാൻ പറഞ്ഞു നാളെ ഞായറാഴ്ചയാണ്, എനിക്ക് പള്ളിയിൽ പോകണം. അത് എൻ്റെ ഇതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, കുട്ടികളൊക്കെ ഉണ്ട്, അപ്പൊ എല്ലാവരും കൂട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പള്ളിക്കൊക്കെ പോയിട്ട്, അതുകൊണ്ട് ഞായറാഴ്ച ഞാൻ പണിക്ക് വരില്ല കേട്ടോ. അല്ലെങ്കിൽ ഞായറാഴ്ച ഞാൻ ഒഴിവാക്കാണ്ട് പണിക്ക് പോകുന്ന ആളായി. എന്ത് കാര്യം, ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെ
എന്ത് കാര്യം കറക്റ്റായിട്ട് പറയാൻ, അല്ലെങ്കിൽ വേറെ ഒരാളെ ആക്കി കൊടുക്കാൻ, അതൊക്കെ പറ്റുന്നുണ്ട് സുഹൃത്തുക്കളെ. അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ കാര്യം നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനൊക്കെ അതിനാണ് ഈ മീറ്റിങ്ങിന് വരാൻ പറയേണ്ടത്. അല്ലാണ്ട് വേറെ കുടി നിർത്താൻ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ എന്ത് കാര്യമായിക്കോട്ടെ. ഒരു ദിവസം എൻ്റെ വീട്ടിൻ്റെ അവിടെ ഞാൻ വീട്ടിൽ കയറിയപ്പോൾ ഒരു പെണ്ണുങ്ങൾ, രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ വന്നിട്ട് ഏഹ്, ഈ ആളെ കൂട്ടുന്ന പരിപാടിയാണ് തോന്നുന്നു. ഇങ്ങനെ ഒരാളെ നിങ്ങൾ ചേർക്കണം, ഇത്ര പൈസ അടയ്ക്കണം. അപ്പോൾ ഭാര്യ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കാത്തിക്കുക, ഞാൻ വന്നിട്ട് ഇതിന് തീരുമാനം എടുക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരാളെ ചേർത്തിയാൽ നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും, അത് കഴിഞ്ഞാൽ അവർ വേറെ ആളെ ചേർത്ത് ഇത്ര പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഭയങ്കര പരിപാടിയാ. അപ്പോൾ നല്ല കുട്ടികൾ കാണാനൊന്നും കുറച്ച് ഇതില്ല. അപ്പോൾ ഞാനൊക്കെ ആദ്യത്തെ മൈൻഡാണെങ്കിൽ ഈറ്റിങ്ങൾ നമ്പർ വാങ്ങും, എന്നിട്ട് ഇത് വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് പഞ്ചാര അടിക്കാന്ന് പറയില്ല, അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്രാവശ്യമൊക്കെ ഞാനൊക്കെ ഇതിൽ വന്നതിന് ശേഷമൊക്കെ ചെയ്ത കാര്യം അവരെ പറഞ്ഞവരെ കുറച്ചു നേരം കേട്ട് എന്നിട്ട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല കേട്ടോ, നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളി, എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് പറഞ്ഞു വിട്ട്. ഇനി അവർ സങ്കടപ്പെടുകയില്ലെന്നല്ല, എനിക്കത് പറ്റൂല. എനിക്ക് പെണ്ണുങ്ങളായിട്ടുള്ള ഇടപാടേ പറ്റൂല, അത് വേറെ കാര്യം. പിന്നെ ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് എന്നെ മാനസികമായിട്ട് തളർത്തും, ഞാൻ വീണ്ടും പോയി കുടിക്കും. അതെനിക്കറിയാം. എന്റെ സ്പോൺസറൊക്കെ പറഞ്ഞു തന്ന കാര്യം, നിനക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ട് 100 മീറ്റർ അപ്പുറത്ത് പോയി നിന്നോന്നാ പറഞ്ഞത്. കാരണം അത്രയും മോശപ്പെട്ട മനുഷ്യനാണ് ഞാൻ. അത് അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അപ്പൊ അതൊക്കെ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് വരുന്നത്, അല്ലാതെ കുടി നിർത്താനല്ല. അത് മാറ്റിയാലേ എനിക്ക് കുടി മാറ്റാൻ പറ്റുള്ളൂ. അത് മാറ്റിയാൽ മാത്രമേ എനിക്ക് കുടി മാറ്റി വെക്കാൻ പറ്റുള്ളൂ സുഹൃത്തുക്കളെ. അല്ലാതെ കുടി നിർത്തിയിട്ട് ഞാൻ അത് മാറ്റാനും പറ്റൂല. അത് മാറ്റിയാലേ, ആ സ്വഭാവം മാറ്റിയാലേ കുടി ദൈവം എടുത്തു മാറ്റുള്ളൂ. ഇന്ന് ഒൻ്റെ ടൈമിൽ എങ്ങനെയാണ് ഓരോ ദിവസം ഞാൻ മദ്യം മാറ്റി വെച്ചപ്പോൾ ആ ഒരു ചിന്ത ഇല്ലാതിരിക്കുന്നത്, അതുപോലെ ദൈവം അതെടുത്ത് മാറ്റും. അതല്ലാണ്ട് ഞാൻ കുടി മാത്രം മാറ്റിയിട്ട് മറ്റേ സ്വഭാവം ഒന്നും മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാര്യം. എപ്പോൾ കുടിക്കാൻ പോയി എന്ന് ചോദിച്ചാൽ മതി, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പോയി കുടിക്കാൻ പോകും. അതുകൊണ്ട് ഇതിൽ സത്യസന്ധത ഇല്ലാണ്ട് മുന്നോട്ട് നടക്കാൻ പറ്റൂല. അതൊരു കാര്യം എനിക്ക് മനസ്സിലായി. വെറുതെ ഉടായ്പായിട്ടൊന്നും നടക്കാൻ പറ്റൂല. ഉള്ളേ വെളിയെന്ന് പറയും, അതിലൊരു കാലം ഇതിലൊരു കാലം ഒന്നും ഇട്ടിട്ട് നടക്കാൻ പറ്റില്ല. ഓൺലി ഒന്നില്ലെങ്കിൽ കുടിച്ച് മരിക്കുക, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ജീവിക്കുക. അതിനാണ് ആൽക്കഹോളിക് അനോണിമസിന്റെ കീപ് കമ്മിങ് ബാക്ക് എന്ന് പറയുന്നത്. നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അല്ലാതെ വേണമെങ്കിൽ വന്നിട്ട് കുറച്ച് നേരം നിന്നോട്ടി കുടിച്ചോളി, അല്ലെങ്കിൽ ഒന്നും അറിയാണ്ട് മറിഞ്ഞ് കുടിച്ചോളി, ഇതൊന്നും അല്ല. അതായത് അനോണിമിറ്റി അല്ലേ, ആരും അറിയില്ല കുടിച്ചാലെന്നൊന്നും. ദൈവം അറിയും. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റൂല. ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ട് തെറ്റുകൾ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അത് പറയാണ്ട്, അതല്ലാണ്ട് അതിന് ഞാൻ പരിഹാരം കണ്ടെത്താണ്ട് ഇവിടെ വന്നിട്ട് മേലെ മാത്രം പൗഡർ ഇട്ടിട്ട് മാന്യനായിട്ട് നിന്നിട്ട് കാര്യമില്ല. അത് ഈ ഗർഭിണി പോലെ എന്തെങ്കിലും ഒരു ദിവസം പുറത്തേക്ക് വരും. ഞാനൊരു ദിവസം പണ്ട് ഏല് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പാലക്കാട് ഭാര്യന്റെ വീട്, അവിടെ പോയിട്ട് കുടിച്ചിട്ട് ഭാര്യക്കും അറിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെയും ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും പോയിട്ട് ഓട്കയാണ് ഒരു ക്വാർട്ടർ വാങ്ങി പിന്നെയും കുടിച്ച്. അങ്ങനെ ഒരു ഹാഫായി, പിന്നെയും പോയിട്ട് ഒരു ക്വാർട്ടർ വാങ്ങിയിട്ട് വന്ന് കുടിച്ച്. ഇത് അവിടുന്ന് അവരെ നാട്ടിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ ബൈക്കിൽ പോകണം. എന്നിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ കുടിച്ചാലല്ലേ ആൾക്കാർ അറിയുള്ളൂ, അവിടെ കുടിച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇതാരും അറിഞ്ഞിട്ടില്ല എന്ന്. എന്നിട്ട് ഞാൻ മൂന്നാമത്തെ കൂടി അടിച്ചിട്ട് കിടന്നപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിക്കണ്. അതായത് മുണ്ടുണൂല് എങ്ങനെ ആനായിട്ട് കിടക്കുന്നുണ്ട്. അവള് കുടിച്ചിട്ട് ഒരുപാട് കണ്ടതല്ല, അപ്പൊ അവൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി. അതുവരെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അപ്പൊ തന്നെ കറക്റ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഏക്കാരം വിളിക്കണം എന്റെ ഫോണിലേക്ക് നാട്ടിൽ നിന്ന്, ജോൺസേട്ടൻ എന്താ എവിടെയാന്ന്. അപ്പൊ ഒറ്റടിക്ക് അവള് പറഞ്ഞു അത് അവിടെ കുടിച്ച് കിടക്കുന്നുണ്ട് എന്ന്. കഴിഞ്ഞോ? ഞാൻ അത്രയും ദിവസം ഇതാക്കിയതൊക്കെ പോയി. അതാണ് അവസ്ഥ. ദൈവം കറക്റ്റ് ടൈമിൽ അത് അറിയിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ കള്ളക്കളി ഒന്നും കളിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഞാൻ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയാലേ ഇതിലെനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഒരു ഉടായ്പ ഇവിടെ നടക്കൂല. ഞാൻ ആരുടെ അടുത്താ കളിക്കണം? ഞാന് ദൈവത്തിന്റെ അടുത്താ. നടക്കുവോ? നടക്കൂല. ദൈവത്തിന് എല്ലാം അറിയാം. എന്റെ കാര്യങ്ങള് അവിടെ എന്താ പറയാ, ഇങ്ങനെ വെളിപ്പടയായിട്ട് നഗ്നനാണെന്ന് പറയാം അതിന്റെ മുമ്പില്. ഫുള്ള് എനിക്ക് എന്തൊക്കെ പ്രശ്നം എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ദൈവത്തിന് കറക്റ്റ് ആയിട്ട് അറിയാം. എന്റെ സ്വഭാവം അവിടെ ഞാൻ ഒളിപ്പിക്കാൻ പറ്റില്ല. ഇത് ദൈവം നടത്തുന്ന പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഈ മീറ്റിങ്ങിന് വരാൻ പറയുന്നത്. മനുഷ്യന്മാര് നടത്തുന്നതാണെങ്കിൽ പലരും പല സ്വഭാവത്തിൽ പിരിഞ്ഞു പിരിഞ്ഞു പോയിട്ടുണ്ടാവും. ദൈവം നടത്തുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വർഷമായിട്ട് നിലനിൽക്കുന്നത്. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ, അതായത് പണിയായിട്ടല്ല, ഇതിലൂടെ ഇത് ഫോളോ ചെയ്തു പോകുന്ന ആൾക്കാർ എത്ര ഹാപ്പി ആയിട്ടാണ് കുടുംബത്തിലൊക്കെ നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് അസൂഖ്യ. പക്ഷെ ഞാൻ ഈ പ്രോഗ്രാം ചെയ്യൂല, പക്ഷെ എനിക്ക് സന്തോഷം കിട്ടണം. നടക്കുവോ? നടക്കൂല. പണിയെടുത്താലേ കൂലി കിട്ടുള്ളൂ. അപ്പൊ ഞാൻ പണിയെടുക്കണം. ഇതിൽ ഞാൻ
എനിക്ക് എന്താ പറയാ, വേറെ ഒന്നുമല്ല, ഇതിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളിക് അനോണിമസിൽ എന്റെ ഹിതം, അതായത് എന്റെ ഇഷ്ടം, എന്റെ വേണ്ടാത്ത ഇത് അത് മാറ്റി മാത്രം വെച്ചാൽ മതി. ബാക്കി ദൈവം പ്രവർത്തിച്ചോളും. അതാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷകരമായിട്ടൊക്കെ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് സുഹൃത്തുക്കൾ. അതിനാണ് ഞാൻ മീറ്റിങ്ങിന് വരുന്നത് കേട്ടോ. അതിനാണ് കീപ് കമ്മിങ് ബാക്ക്. വന്നുകൊണ്ടേയിരിക്കുക, വന്നുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും ഓരോ ദിവസവും പുതിയ 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 ഗിഫ്റ്റുകളാണ് കിട്ടുന്നത്. ഒരു ഗിഫ്റ്റ് മാത്രമല്ല. ഒന്നാം വർഷം ഒരു മോഡലാണ് മനസ്സിലാക്കണമെങ്കിൽ രണ്ടാമത്തെ വർഷം വേറെ വേറെ ടൈപ്പിലാണ്. മൂന്നാമത്തെ വർഷം ഓരോന്നും പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പൊ 5, 6 എത്തുമ്പോൾ ഇപ്പൊ മീറ്റിംഗ് അല്ല, ഇനിയിപ്പോ ഞാൻ എത്രമാത്രം നന്നാകാനുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കിക്കൊണ്ട് വൃത്തിയായിട്ട് നടക്കാന്, എന്റെ ഹിതമൊക്കെ മാറ്റിവെച്ച് ദൈവഹിതം എന്താണ്, അതായത് എനിക്ക് എന്താണ് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുക മറ്റുള്ളവർക്ക്, അത് മനസ്സിലാക്കി ഞാൻ നടക്കണം. ഇപ്പോഴും എന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങുമ്പോൾ പണ്ട് ഞാൻ എനിക്കുള്ളത് കുറേ മാറ്റി വെക്കും, എന്നിട്ടാണ് കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കുക. ഇന്നൊക്കെ എനിക്കൊക്കെ അതൊക്കെ എവിടെ, എനിക്കൊന്ന് തുണിയെ എടുത്തിട്ട് കുറേ ആയി. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കേട്ടോ, അതൊക്കെ ഇപ്പൊ ഞാൻ ഒരു ഇതായിട്ട് പറയുകയാണ് എൻ്റെ. അതൊക്കെ അത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനിയുള്ള ജീവിതം അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ എൻ്റെ ഉള്ളിലെ ആ ഒരു വലിയ ശക്തി എന്നെ ഒരുപാട് മുന്നോട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും മുന്നോട്ട് പ്രവർത്തിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ. സങ്കടങ്ങളൊക്കെ വരുമ്പോഴൊക്കെ എന്നെ സമാധാനിപ്പിക്കാൻ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം ഉണ്ട്. കാരണം എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും എന്നെ ഇതായിട്ട് പറയുമ്പോഴോ എന്നെ മനസ്സിനെ സങ്കടപ്പെടുത്തുമ്പോഴൊക്കെ ഞാൻ ഈ പ്രോഗ്രാമിൽ തുടർന്ന് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല ജോൺസാ. ഈ ഷെയർ ചെയ്യുന്നതിന് മുമ്പേ ആരോ ഒരാൾ പറഞ്ഞ പോലെ ഇതും നിരന്തരമല്ല, ഇതും കടന്നു പോകും, ഇതും കഴിഞ്ഞു പോകും ജോൺസാ. ഇത് നിരന്തരമായിട്ട് നിൽക്കില്ല. സുഖമായാലും ദുഃഖമായാലും അത് വന്ന് പാസ് ചെയ്ത് മുന്നോട്ട് പോകും. അതന്നെ നിരന്തരമായിട്ട് നിൽക്കൂല. സുഖങ്ങൾ മാത്രം നിരന്തരമായിട്ട് നിൽക്കൂല, ദുഃഖങ്ങൾ മാത്രം നിരന്തരമായിട്ട് നിൽക്കൂല. ഇങ്ങനെയുള്ള ലോകത്തിൽ നിന്റെ പ്രശ്നം മാത്രം നിരന്തരമായിട്ട് നിൽക്കുന്നു നീ എങ്ങനെയാ തോന്നുന്നെന്ന് ചോദിച്ച് പഴമക്കാര്. അതുകൊണ്ട് എന്റെ പ്രശ്നങ്ങളും നിരന്തരമല്ല, അത് ഇനി കാലങ്ങളാകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കടന്നു പോകും. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് എന്താ പറയാ, എങ്ങനെയൊക്കെ ഉണ്ട് ഞാനൊക്കെ. എന്റെ പ്രശ്നങ്ങൾ ഈ കടബാധ്യത വന്നിട്ട് കേട്ടോ, വന്നിട്ട് പോലും എനിക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് സത്യത്തിൽ ഞാൻ ഇതിലല്ലാന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കുടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഭ്രാന്തനായിട്ടുണ്ടാവും. കാരണം അത്രമാത്രം എനിക്ക് സാമ്പത്തികത്തിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കളെ. പക്ഷെ അത് തെറ്റാണ്. അതിൽ ഞാൻ എന്താണ് അതിൽ ഞാൻ എൻ്റെ അബാധ, അതായത് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോയി. അതായത് ലോണൊന്നും എടുക്കാൻ പാടില്ലായിരുന്നു, ഇത്ര പലിശയാണെന്ന് അറിഞ്ഞിട്ടൊക്കെ നോക്കിയിട്ട് എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതിയായിരുന്നു. ഞാൻ പണിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ചാടി വീണ് അങ്ങനെ പൈസ അടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച് പോയി എടുത്തു പോയി നോക്കുമ്പോൾ പണി ഇല്ലാണ്ടായി. അവിടുന്ന് എനിക്ക് പണി കിട്ടി. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് അടയ്ക്കാൻ വീട്ടിൽ ആൾക്കാർ തെരഞ്ഞു വരാൻ തുടങ്ങി. പിന്നെ ഭാര്യയ്ക്ക് അറിഞ്ഞു, എല്ലാവർക്കും അങ്ങനെ പ്രശ്നങ്ങളായി. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി. ജോൺസാ, നീ ഉന്നെ തന്നെ ഒന്നും കൂടി പരിശോധിക്കണം. പരിശോധിച്ച് അത് മാറ്റണം എന്നൊക്കെ മനസ്സിലായി. അതൊക്കെ ഇപ്പൊ അടച്ചൊക്കെ തീർന്നിട്ടോ, ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അല്ലെങ്കിൽ ഞാൻ ഇതിലല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ സങ്കടം കാരണം പോയി കുടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇനി വരാതെ ഞാൻ നോക്കണമെങ്കിൽ ഞാൻ തുടർന്ന് വരണം. ഇപ്പോൾ ഇത്ര മാത്രം കുടിച്ചിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ ആ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഞാൻ തുടർന്ന് വരണം. ഇതിന് ആൽക്കഹോളിക് അനോണിമസിൽ തുടർന്ന് സഞ്ചരിച്ചാൽ, ഈ പ്രോഗ്രാം മനസ്സിലാക്കി അതിലൂടെ സഞ്ചരിച്ചാൽ എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. അതാണ് അതാണ് ഞാൻ അതിനുകൊണ്ട് മാത്രമാണ് ഞാൻ തുടർന്ന് വരുന്നത്. കീപ് കമ്മിങ് ബാക്ക് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ. എനിക്ക് അങ്ങനെയാട്ടോ മനസ്സിലായത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയത് അതാണ്. ഞാൻ ഇതിൽ തുടർന്ന് വാറുങ്കിൽ വെற்றி നിശ്ചയം എന്ന് പറയുന്നത് നലം നിശ്ചയം, സുഖം പ്രാപിക്കാൻ പറ്റും, എനിക്ക് വിജയിക്കാൻ പറ്റുമെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം കുടിക്കാതിരിക്കുന്ന മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങളിൽ ഞാൻ വിജയിക്കണം. ഞാൻ തോറ്റുപോയ അവമാനപ്പെട്ടവരുടെ മുമ്പിൽ തലകുനിഞ്ഞ് നിന്ന ആൾക്കാരുടെ മുമ്പിൽ ഞാൻ തല ഉയർത്തി നിൽക്കണം. ഞാൻ നന്നായിട്ട് ഒരു മദ്യാസക്തനാണ്, അംഗീകരിക്കൂല. എന്റെ ഭാര്യയൊക്കെ ഇപ്പോഴും ഇടയ്ക്ക് പറയും, നിങ്ങൾ എത്ര ദിവസം നിൽക്കും നോക്കാലോ, നിങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ ഇങ്ങനെ ആയിരുന്നല്ലോ, പണ്ട് നടന്ന കാര്യങ്ങൾ ഇപ്പോഴും പറയലുണ്ട് ചില സമയങ്ങളിൽ, പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും വരുമ്പോഴൊക്കെ. പക്ഷെ അവിടെയും ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും പണ്ട് നടന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ ഞാൻ കുടിച്ചിട്ടുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ഇപ്പോഴും അത് റിയാക്ഷൻ പോലെ ഇങ്ങനെ ബുംബറാണ് അങ്ങനെ പോലെ തിരിഞ്ഞു വരും, എൻ്റെ ജീവിതത്തിൽ തന്നെ വരും. അപ്പൊ അതിൽ ഞാൻ തലയൂർന്ന് നിൽക്കണമെങ്കിൽ ഈ പ്രോഗ്രാം ഉണ്ടെങ്കിലേ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റൂല. അല്ലെങ്കിൽ വീണ്ടും ആ പഴയ കുടിയിലേക്ക് തന്നെ ഞാൻ പോകുന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടർന്ന് ഈ പ്രോഗ്രാമിലൂടെ നിരന്തരമായിട്ട് സഞ്ചരിക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രതിസന്ധികളും എന്ത് സാഹചര്യങ്ങളായിക്കോട്ടെ സുഹൃത്തുക്കളെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇന്ന് ദൈവം കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തെ ഇതിലൊക്കെ മെയിൻ ആ ഒരു വലിയ ശക്തിയാണ്.
വേറൊന്നുമല്ല. കാരണം ആ ഒരു വലിയ ശക്തിയിലുള്ള വിശ്വാസമാണ് എന്നെ ഇതിൽ നിലനിർത്തുന്നത്. ഇല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റൂല. കാരണം എന്നെ വിശ്വസിച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് നടന്നിട്ട് മോശപ്പെട്ട ഇതിൽ പോയ ആളാണ്. ഇന്ന് ദൈവത്തിലാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അതിനൊക്കെ ആൽക്കഹോളിക് അനോണിമസിന് നന്ദി പറയാണ്. എന്താ പറയുക, ഇതില് നിലനിന്ന് ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, വേറെ ലെവല്. അത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. അത് ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരുപാട് പഴമക്കാർ, ഒരുപാട് ആൾക്കാർ ഇതിൽ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത്രമാത്രം വണ്ടർഫുൾ ആയ ഒരു പ്രോഗ്രാമാണ്. ഇന്നൊക്കെ ആൽക്കഹോളിക് അനോണിമസിൽ ഒരു അംഗമാണെന്ന് പറയുന്നത് ഞാൻ പെരുമയിൽ കൊള്ളുറെന്ന് പറയാം. അതായത് എനിക്ക് ഉള്ളിലൊരു സന്തോഷം. കാരണം വേറെ ആർക്കും കിട്ടാത്ത, സാധാരണ ആൾക്കാർ എത്ര സൂപ്പറായ ആൾക്കാർ സൂസൈഡ് പോകുന്നുണ്ട്, ചത്തു പോകുന്നുണ്ട്, ചെറിയ ചെറിയ കുടുംബ പ്രശ്നം കാരണം മരിച്ചു പോകുന്നുണ്ട്. എത്ര പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇനി പേപ്പറൊക്കെ നോക്കിയാൽ അറിയാം. ഒരുപാട് പ്രശ്നങ്ങളിൽ കുടിക്കാത്ത ആൾക്കാർ കുടിക്കാത്ത ആൾക്കാർ സൂസൈഡ് ചെയ്തിട്ടും അങ്ങനെ ആയിട്ടും ഇങ്ങനെ ആയിട്ടൊക്കെ ആക്സിഡന്റ് ആയിട്ടൊക്കെ, അതായത് സ്വയം വരുത്തി വെക്കുകയാണ്. സ്വയം ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ വരുത്തി വെച്ച് ചാകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഈ ലോകത്തില് മദ്യാസക്തനെ എനിക്ക് അവരെക്കാൾ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് എവിടെ കിട്ടും? എവിടെയും കിട്ടില്ല. ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം അല്ലാണ്ട് വേറെ എവിടെയും കിട്ടൂല സുഹൃത്തുക്കളെ. അതുകൊണ്ട് സന്തോഷകരമായിട്ട് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലൂടെ പോകാൻ ദൈവം, എന്താ പറയാ, ദൈവത്തിന്റെ കൃപ, ഒരു അനുഗ്രഹം വേണം കേട്ടോ. അത് ദൈവം കടവുളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മട്ടും എന്ന് പറയില്ലേ, ആ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ ഈ ഒരു പ്രോഗ്രാം. അങ്ങനെയാണ് നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. ഞാൻ ചെയ്ത കാര്യം ഒന്നേ ഉള്ളൂ. എന്താന്ന് പറഞ്ഞാല് ഞാനും ആ ദൈവത്തിനെ തിരഞ്ഞെടുക്കുക. അത്രേ ഉള്ളൂ. അത് ഞാൻ വിശ്വസിക്കുന്ന ദൈവം ആരായിക്കോട്ടെ, ഏത് മതമോ ജാതിയോ ഇതൊന്നും അല്ല പ്രശ്നം. ഞാൻ ആരിനെയാണോ വിശ്വസിക്കുന്നത്, ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത്, അതിനെ മുറുകെ പിടിച്ചാൽ അത് എൻ്റെ കൂടെ, എപ്പോഴും എൻ്റെ കൂടെ, എല്ലാ സാഹചര്യത്തിലും, ഊണിലും ഉറക്കത്തിലും എല്ലാ സമയത്തും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം, അത് ജീവനാണ്. അതാണ് ഏറ്റവും വലുത്. അതെന്റെ ജീവനാകുമ്പോൾ എൻ്റെ ജീവൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. ഞാൻ ചാകുമ്പോഴേ പോവുള്ളൂ, അതുവരെ എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ആ ഒരു നമ്പിക്കை അതൊക്കെ തന്നത് ഈ മീറ്റിംഗ് ആണ്, ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തുടർന്ന് വരുന്നത്. അത്രേ ഉള്ളൂ. ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ തുടർന്നൊന്നും വരൂല. ഇന്ന് കുടിക്കുന്നില്ലല്ലോ, ഇന്ന് മീറ്റിങ്ങിന്റെ ആവശ്യമുണ്ടോ? മീറ്റിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. കുടിക്കുമ്പോൾ നോക്കാം എന്ന് വിചാരിച്ച് മാറും ഞാൻ. കാരണം കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ മീറ്റിങ്ങിലേക്ക് വരുന്നത്. എന്നെ വരാൻ പറയുന്നത് എൻ്റെ സുഖം പ്രാപിക്കാൻ വേണ്ടിയിട്ട്, എന്നെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മള് പഴമക്കാരൊക്കെ, ഷെരീഫാക്കൊക്കെ പറയുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് വരാൻ പറയുന്നത്. ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിൽ വരാൻ പറയുന്ന, എന്താ, വരാൻ പറയുന്നത്, വരുക വരുക എന്ന് പറയുന്നത് ആ ഒരു നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഇന്നുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ ഇനിയും നല്ല മനുഷ്യനാകാനുണ്ട്. എനിക്ക് പൂർണ്ണതയിലൊന്നും ആരും എത്താൻ പറ്റില്ല എന്നറിയാം. എനിക്കും എത്താൻ പറ്റൂല. എനിക്കും പുരോഗതി തന്നെയാണ്. ഓരോ ദിവസവും ഓരോ ദിവസവും എനിക്ക് ആൽക്കഹോളിക് അനോണിമസിൽ കടന്നു വരുമ്പോൾ, തുടർന്ന് വരുമ്പോൾ എനിക്ക് പുരോഗതി ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഓരോരോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സാമ്പത്തികവും അങ്ങനത്തതൊന്നും അല്ല, മാനസികപരമായിട്ട് എനിക്ക് നല്ല പുരോഗതി ഉണ്ട് സുഹൃത്തുക്കൾ. അപ്പൊ ആ ഒരു പുരോഗതി എനിക്ക് ഇനിയും ഒരുപാട് മാറാനുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പൊ അതിന് ഞാൻ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കണം ജീവിതാവസാനം വരെ. ഈ ഒരു പ്രോഗ്രാമിലൂടെ വന്നുകൊണ്ടേ, കമ്മിങ് 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 എന്ന് പറഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടേയിരിക്കണം. എൻ്റെ മനസ്സിനാണ് ഇത് ഞാൻ വിളിക്കുന്നത്, വേറെ ആരെയും അല്ല ഞാൻ വിളിക്കുന്നത്. കീപ് കമ്മിങ് ബാക്ക് എന്ന് ആൾക്കാരല്ല വിളിക്കുന്നത്, ഞാൻ എന്നെ തന്നെയാണ് വിളിക്കുന്നത്. എൻ്റെ മനസാക്ഷിനെയാണ് വിളിക്കുന്നത്. എൻ്റെ ഉള്ളിലൊരു ജോൺസൺ ഉണ്ട്, അതിനെയാണ് കീപ് കമ്മിങ് ബാക്ക് എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ അതുപോലെ ഇന്ന് സന്തോഷകരമായിട്ട് സുഹൃത്തുക്കളെ, ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ ഒരു പ്രോഗ്രാമിലൂടെ എല്ലാവർക്കും തുടർന്ന് പോകാൻ പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ. എന്തായാലും സത്യസന്ധമായിട്ട് ഇതിലൂടെ പോവുകയാണെങ്കിൽ ഒരിക്കലും വീണു പോകൂല എന്നുള്ളതിൽ ഒരു സംശയമില്ല. എനിക്ക് വേറെ ആരും ഉദാഹരണമൊന്നും കാട്ടാനില്ല കേട്ടോ. എനിക്ക് എൻ്റെ ജീവിതം മാത്രമേ ഉള്ളൂ ഉദാഹരണമായിട്ട് കാട്ടാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. കാരണം അത്രമാത്രം ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ വിശ്വസിച്ച് ഇന്ന് മുന്നോട്ട് യാത്ര തുടരുകയാണ്. അതുകൊണ്ട് ഈ ഒരു വിശ്വാസത്തിൽ എനിക്കൊരു മാറ്റമില്ല. ഇത് ഓരോ ദിവസം കൂടുന്തോറും പവർ, ഹൈ പവറിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പവർ കൂടുക എന്നല്ല, ഇത് കുറയുന്നില്ല. അതായത് ഒരു ദിവസം വന്ന് നാളെ വേണ്ട, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഇങ്ങനത്തെ പരിപാടിക്ക് എനിക്ക് വേലയില്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല എനിക്ക്. ഓരോ ദിവസവും ആൽക്കഹോളിക് ആണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ദൈവമേ, ഓ, ഈ ഒരു പ്രഭാതം കിട്ടി, അതിന് നന്ദി പറയണം. അപ്പൊ അത്രയ്ക്ക് മാറിയല്ലോ മനസ്സ്. മറ്റത് അങ്ങനെയല്ല, രാവിലെ എണീച്ചോടെ അവൻ്റെ അടുത്താ പോവുക, അവളുടെ അടുത്ത് പോകണം, ഇവളുടെ അടുത്ത്, ഇങ്ങനെയാണല്ലോ മനസ്സ് ഓടിക്കൊണ്ടിരുന്നത്. അതൊന്നും മാറിയിട്ട്, ഓ, ഇന്നത്തെ പ്രഭാതം കാണാൻ പറ്റിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് തുടങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു ഭാഗ്യമാണ്. ഇത് ഞാൻ പണ്ട് മുതലേ പള്ളിയിൽ പോകണം, എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചെറുപ്പം മുതലേ സൺഡേസ് ക്ലാസ് അതിനൊക്കെ പോയിട്ട് ഞാനിത് പഠിച്ചിട്ടില്ല. പക്ഷെ ഈ കള്ള് കുടിച്ച് ഇത്രയും കൂതറയായി, ഇത്രയും ജയിലിലും അവിടെ ഇവിടെയൊക്കെ കിടന്നതിന് ശേഷം, ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ കയറിയതിന്റെ ശേഷമാണ് എനിക്ക് ദൈവത്തിന് നന്ദി പറയാനുള്ള ആ നാവ് പൊന്തിയത്.
അതുവരെ പൊന്തിയില്ല സുഹൃത്തുക്കളെ. അതുവരെ അഹങ്കാരം പിടിച്ച് നടക്കായിരുന്നു ഞാൻ. പക്ഷെ അതിന്നൊക്കെ ഇന്ന് ദൈവം മാറ്റി നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഏതായാലും ദൈവത്തിന് നന്ദി പറയാണ്. ഇതേപോലെ രണ്ട് വാക്ക് സംസാരിക്കാൻ ഒരു അവസരം തന്ന നമ്മളെ ജ്വാല കൂട്ടായ്മയ്ക്കും നന്ദി പറയാണ്. ഏതായാലും എനിക്കും ഇതൊരു പ്രചോദനമാണ് മുന്നോട്ട് പോകാൻ. ഏഹ് തുടർന്ന് 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 വരാനൊക്കെ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിലൂടെ ഒക്കെ കടന്നു പോകാനൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട്. ഏതായാലും ദൈവത്തിനും കൂട്ടായ്മയ്ക്കും കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയാണ്. നമുക്ക് എല്ലാവർക്കും ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിതാവസാനം വരെ എന്താ പറയാ പ്രോഗ്രാമിൽ എന്താ വിശ്വസിച്ച് അതിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഐക്യത്തോടെ സന്തോഷത്തോടെ മരണം വരെ ജീവിതാവസാനം വരെ ഈ ഒരു പ്രോഗ്രാമിനെ മുറുകെ പിടിച്ചു പോവുകയാണെങ്കിൽ സന്തോഷകരമായിട്ട് സുഹൃത്തുക്കളെ, കുടിക്കാതെ മാത്രമല്ല നല്ലൊരു ജീവിതം അടിപൊളിയായിട്ട് ഞാനിപ്പോ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചത് എന്നുള്ളതിനുള്ള ഒരു തെളിവ് ആൽക്കഹോളിക് അനോണിമസിൽ വന്നതിന് ശേഷമാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായത്. അതുവരെ എന്തിനാ ജനിച്ചതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂട്ടുകാർ നീയൊക്കെ എന്തിനാടാ ജീവിക്കണെന്ന് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ, ഇനിയിപ്പോ ജീവിക്കുന്ന എൻ്റെ ഫാമിലിക്ക് ഇവർക്കൊക്കെ പരമായിട്ടും പിന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ സമാധാനം കിട്ടും, സന്തോഷത്തിനോട് ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, വേറെ ഒന്നിനും വേണ്ടിയില്ല. വെട്ടി അടക്കാനോ എന്താ പറയാ എല്ലാം വെട്ടി പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇനി പോയി കിടന്നാൽ സുഖനിദ്ര, അത് ആദ്യമൊന്നും കിട്ടിയിട്ടില്ല, അന്ന് അത് കിട്ടുന്നുണ്ട്. ഇന്നിപ്പോ മീറ്റിംഗ് സംസാരിച്ചില്ലെങ്കിലും കിട്ടും. അതാണ് ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം സുഹൃത്തുക്കളെ. ഏതായാലും സന്തോഷം. ഇതേപോലെ തന്നെ തുടർന്ന് നമുക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോകാൻ അവരവർ വിശ്വസിക്കുന്ന ആ വലിയ ശക്തി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കൊരു അവസരം തന്ന ജ്വാല കൂട്ടായ്മയ്ക്കും കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സുബോധത്തിന്റെ നല്ല നാളുകൾ ഇനിയും തുടർന്നുണ്ടാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനേവർക്കും ഇനിയ ഇറവ് വണക്കം. നന്ദി സുഹൃത്തുക്കളെ. താങ്ക് യു ഏട്ടാ, നന്ദി.